Yes, hello, good afternoon. Good afternoon, Miss. Okay, good afternoon. പറയാനൊക്കെ നമുക്കൊന്ന് തുടക്കം തന്നെ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്ത ആൾ തന്നെയാണ് ഞാൻ. മനസ്സിലാവുണ്ടോ? Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Okay, okay. ഇന്നലെ ഇൻട്രോ ക്ലാസ് എടുത്ത ആൾ തന്നെയാണ് ഞാൻ. മനസ്സിലായ? ഇൻട്രോ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടോ? ആ, ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കണ്ടതാണ്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്കും കൂടാതെ ഇതിന്റെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടപ്പോ അങ്ങനെ കണ്ടവർക്കും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇന്നലെ ഇൻട്രോ ക്ലാസ് എടുത്ത ആളാണ്. അപ്പോ ഇന്നലെ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആ കോഴ്സിന്റെ ഒരു ഇൻട്രോയും പറഞ്ഞു. കൂടാതെ നമ്മളുടെ ക്ലാസ്സുകൾ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസും പറഞ്ഞിരുന്നു. നമ്മൾ അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്ലാസ്സുകൾ ടീച്ചേഴ്സ് എടുക്കാനായിട്ട് വരുമ്പോ എന്താ പറയാ ഇതൊന്ന് മ്യൂട്ട് ചെയ്യും, ഓൾ മ്യൂട്ട് കൊടുക്കും. നമ്മളിവിടെ ഹോസ്റ്റ് എന്ത് ചെയ്യും, അതിനെ കൺട്രോൾ ചെയ്യും. ദാറ്റ് മീൻസ് സൗണ്ട് ഇൻഡിവിജ്വലി ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മ്യൂട്ട് ഓൾ മ്യൂട്ട് കൊടുത്തിട്ട് ആ ക്ലാസ് എടുക്കാമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. ഓർക്കണ്ടാവുന്നാവോ? പറഞ്ഞൊരു കാര്യമാണ് അല്ലെ? അപ്പൊ അത് ഓൾ മ്യൂട്ട് കൊടുക്കും. പക്ഷെ നമ്മളിത് ഓപ്പൺ ആക്കുമ്പോ തന്നെ ഞാനിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനിവിടെ ഇരിക്കുമ്പോ നമ്മള് 1:30 ആയപ്പോ ആകെ ഒരു 9-10 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നിട്ടുള്ളൂ ജോയിൻ ചെയ്യാനായിട്ട്. ബാക്കി കുട്ടികൾ ഫസ്റ്റ് ഡേ അല്ലേ, എല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് കാണുക എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം. ഒരുമിച്ച് അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതാണ്. പക്ഷെ ഹോപ്പ്ലെസ് ആയിപ്പോയി. ഞാൻ നോക്കുമ്പോ പതുക്കെ ഓരോരുത്തരോട് കയറുന്നുള്ളൂ. ഇന്നലെ നമ്മള് ഇൻട്രോ ക്ലാസ് എടുത്തപ്പോ ഐ തിങ്ക് ഇറ്റ് വാസ് അബൌട്ട് 80 അല്ലെ, 80ന്റെ അടുത്ത് കുട്ടികൾ ഉണ്ടായിരുന്നു ഇൻട്രോ ക്ലാസ്സില്. അപ്പൊ ബേസിൽ നമുക്കറിയാം പലരും ജോലിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നത് കൊണ്ടും ഇന്നലെ ഇൻട്രോ ക്ലാസ് ആണല്ലോ എന്ന് മാത്രം വിചാരിച്ച് കുറെ ഡൗട്ട്സും ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ലൈവിൽ അന്നേരം കയറിയത്. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മള് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മാക്സിമം ഹാവ് ടു ട്രൈ. എവിടെയാണെങ്കിലും ചിലപ്പോൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കും, ജസ്റ്റ് ഒന്ന് അതൊന്ന് ജോയിൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വേണമെങ്കിൽ കേൾക്കാം. ഭയങ്കര ജോലിയിൽ എൻഗേജഡ് ആണെങ്കിൽ വേണമെന്നില്ല, വേണ്ട. നമ്മൾ അവിടുത്തെ ജോലി അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അത് ചെയ്യാം. ഓക്കെ, അതല്ല അത് എന്നിട്ട് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളതൊന്ന് കാണണമെന്ന് പറഞ്ഞു. നിങ്ങളത് ചെയ്യേണ്ടാവുമായിരിക്കും. അപ്പൊ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1:30 തന്നെ നമ്മളിവിടെ ഇത് ഓപ്പൺ ആകും. ഇതിപ്പോ ഞാൻ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു, ഇവിടെ ഇരിക്കണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ ജോയിൻ ചെയ്തിട്ട് ഇന്നലത്തെ അതേ ലിങ്ക് ആണെന്ന് അറിഞ്ഞില്ല. ഞാൻ പിന്നീട് അവിടെ വിളിച്ചിട്ട് ചോദിച്ചു. പിന്നെ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കയറി നോക്കിയപ്പോഴാണ് ചിലപ്പോ മിക്ക സ്റ്റുഡൻസും ഇതുപോലെ വെയിറ്റ് ചെയ്യുകയായിരിക്കും ലിങ്കിന് വേണ്ടിയിട്ട്. ഒരേ ലിങ്ക് ആണെന്ന് അറിഞ്ഞില്ല. ലിങ്ക് ഉണ്ടാവുമല്ലോ അല്ലേ, ഗൂഗിൾ ക്ലാസ് റൂമിലില്ലേ? ഇന്നത്തെ വിട്ടില്ലായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്നത്തെ ലിങ്ക് വിട്ടില്ലായിരുന്നു. ഇന്നലത്തെ ലിങ്കിലാണ് ഞാൻ പിന്നെ കേറി ജസ്റ്റ് എല്ലാ ദിവസവും സെയിം ലിങ്ക് തന്നെയല്ലേ? എല്ലാ ദിവസവും അതേ ലിങ്ക് ആണല്ലേ? അത് പറഞ്ഞില്ലായിരുന്നു ഇന്നലെ. അതുകൊണ്ടാണ് ചിലപ്പോ ഓൾറെഡി എന്നെ പോലുള്ളവർ അതായിരിക്കും ലേറ്റ് ആവുന്നത്, അറിയാതെ വെയിറ്റ് ചെയ്യാതിരിക്കാം. അതെയോ? ഇപ്പൊ ഏത് രീതിയിലാണ് കയറിയത്? ഞാൻ അവിടെ വിളിച്ചു നോക്കിയപ്പോ അവിടുന്ന് അവര് പറഞ്ഞു അറിയിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഞാൻ വെറുതെ ഇന്നലത്തെ ലിങ്കിൽ കയറി നോക്കിയതാ. ഇന്നലെ മാത്രമേ ഇട്ടായിരുന്നുള്ളൂ, ഇന്നത്തെ ലിങ്ക് വന്നിട്ടില്ലായിരുന്നു. അതിനകത്ത് കയറിയപ്പോ ഓൾറെഡി ക്ലിയർ ആയി. ചിലപ്പോ എന്നെ പോലുള്ളവർ അങ്ങനെ വെയിറ്റ് ചെയ്യുമായിരിക്കും ലിങ്കിന് വേണ്ടിയിട്ട്. അതന്നെയാ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. ഓക്കെ, അതാണ്. ഇപ്പൊ നമ്മളൊരു സാധനം നമ്മള് 1:30ക്കാണ് ടീച്ചർ ക്ലാസ് ഉണ്ടാവുക എന്ന് ഇന്നലെ പറഞ്ഞിട്ട് പോയതല്ലേ.
ഞാൻ പറഞ്ഞിട്ട് പോയതല്ലേ. അപ്പൊ 1:30 ക്ലാസ് ആണ്. സോ ഇവിടെ ഒരു ലിങ്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇന്നിപ്പോ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോ നമുക്ക് ആ ഒരു സമയം കഴിഞ്ഞിട്ടും ടൈം എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ട് പങ്ക്ച്വലായിട്ട് നമ്മളിവിടെ ഓപ്പൺ ആക്കും. ഇന്നിപ്പോ ഞാൻ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തത് കുട്ടികളെ ഫസ്റ്റ് ഡേയിലെ ഒന്ന് വേണമെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഇത് കൊടുത്തേക്കാം, ഒരു കൺസിഡറേഷൻ കൊടുത്തേക്കാം എന്ന് വിചാരിച്ചാൽ 2-3 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോഴാണ് അത് 24 സ്ട്രെങ്ത്തിലേക്ക് അയക്കണം. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മള് അത് ഇല്ല എങ്കിൽ അവിടെ വന്നിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഒരു ട്രൈ ചെയ്താൽ എന്തൊക്കെ നമുക്ക് നഷ്ടം. അപ്പൊ അതുപോലെ ഒന്ന് ചെയ്യാം. പക്ഷെ സെയിം ലിങ്ക് ആണ്, എല്ലാവരുടെയും ഇൻഫോർമേഷനിലേക്ക് പറയാണ്. സെയിം ലിങ്ക് തന്നെയാണ്. എല്ലാ ദിവസവും 1:30 നിങ്ങൾ ആ ലിങ്കിലൂടെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അതൊരു എന്താ പറയാ അറിവായിരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ എന്താ പറയാ നിങ്ങളുടേതായ ഒരു ഗ്രൂപ്പൊക്കെ ചിലപ്പോ ഫോം ചെയ്യും. അപ്പൊ ഇതുപോലെയുള്ള ചില കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്താൽ ഗ്രൂപ്പിലുള്ള ചിലപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇതെങ്ങനെയാണ് എന്താണ് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നവരും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പരസ്പരം ഷെയർ ചെയ്യുകയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. ഓക്കെ, അപ്പൊ അതൊരു നല്ല കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പൊക്കെ ഫോം ചെയ്യാം. എല്ലാ സ്റ്റുഡൻസും ഏത് കോഴ്സ് എടുക്കുന്നവരും ഏത് ബാച്ചിലുള്ളവരും നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഞാനേ ലീവ് ചെയ്ത് പോകുള്ളൂ. നിങ്ങൾ ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് എന്റെ സിസ്റ്റം എന്റെ ഒരു ഇത് മാത്രം ഞാൻ എക്സിറ്റ് ചെയ്ത് പോകുള്ളൂ. അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നമ്പേഴ്സ് ഷെയർ ചെയ്തൊരു ഗ്രൂപ്പ് ഫോം ചെയ്താൽ ഇപ്പൊ അത് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം കേട്ടോ. ഇപ്പൊ ഇതുപോലെയുള്ള ചില ഇൻഫോർമേഷൻസ് ഇപ്പൊ ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരുന്നത് ചിലപ്പോ ചിലർ കണ്ടില്ല, മീൻസ് പലരും പല കാര്യങ്ങളിൽ ബിസി ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ കാണാത്തതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും. ഇപ്പൊ ഈവൺ ടീച്ചർമാര് പഠിപ്പിക്കുന്ന പോർഷൻ ചിലപ്പോ അവർക്ക് എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഇമാജിൻ. അപ്പൊ എന്താണ് അവര് വീട്ടിലിരുന്നിട്ട് റെക്കോർഡിംഗ് ക്ലാസ് കാണുന്നു, അല്ലെങ്കിൽ അതും കാണാൻ പറ്റാത്തവരുണ്ട്. കാരണം ഇത് 1 hour ലെങ്ത് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഈ 1 hour മുഴുവനും ചിലപ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോഴും അതും ഒരു കാര്യം തന്നെയാണ്. കാരണം ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് വന്ന് ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. അപ്പൊ അവർക്കൊണ്ട് അത് ഫുൾ കാണാൻ പറ്റില്ല. ചിലർ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് നമ്മൾ ചില വീഡിയോസ് ഇങ്ങനെ ഫാസ്റ്റ് അടിച്ച് കാണൂലേ, ആ രീതിയിൽ കാണുക, അങ്ങനെയൊക്കെ പലതും ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് they may have some doubts regarding that portion. ആ ഒരു എടുത്ത പോർഷനിൽ നിന്ന് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് വല്ല സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സംശയം ഏത് ഗ്രൂപ്പിലൊന്ന് അങ്ങനെ ഇട്ടു, ഇതെന്താണ് ടീച്ചർ ഇതിനെന്താ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞത്, പ്ലീസ് എക്സ്പ്ലെയിൻ ഒന്ന് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അറിയാവുന്നവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ വളരെ മനോഹരമായിട്ടത് മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയത് ആർക്കെങ്കിലും നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളുടെ വോയിസ് കൂടെ ചെയ്തു കൊടുക്കാനും പറ്റുകയാണെങ്കിൽ അതും വലിയൊരു കാര്യമാണ്. നമ്മളുടെ നോളജ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, മറ്റൊരാൾക്ക് ഉപകാരമാവുകയും ചെയ്യും. അപ്പൊ 2 അഡ്വാൻറ്റേജ് ആണ് അതുകൊണ്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ അതിനൊക്കെ വേണ്ടി നമുക്ക് ആ ഗ്രൂപ്പ് ഉപയോഗിക്കാം. ഓക്കെ, അത് നമ്മൾ പറയാൻ തന്നെ എല്ലാവരും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അറിയാവുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഉപകരിക്കും. ഓക്കെ, അപ്പൊ ഇന്നലെ ഇനിയിപ്പോ ആരൊക്കെയാണോ അത് ലിങ്ക് നോക്കി നിൽക്കുന്നതാണോ ഇന്നിപ്പോ എന്തായാലും അറിയില്ല. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഇന്നിപ്പോ എന്താണോ എനിക്കറിയില്ല. ഇനിയിപ്പോ അവിടേക്ക് ചിലപ്പോൾ വിളിച്ച് ഇതുപോലെ ചോദിക്കുമായിരിക്കും. ഇപ്പൊ കുട്ടി ചോദിച്ചതുപോലെ മറ്റുള്ളവരും ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. വിളിച്ചിട്ട് അവർ വരട്ടെ, കുഴപ്പമില്ല. അപ്പൊ അത് നമുക്ക് അങ്ങനെ ഇന്നത്തെ കാര്യം അങ്ങനെ പോട്ടെ. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റാ, വന്നുപോയി. അത് ഇന്നലെ എന്നോട് അങ്ങനെ ലിങ്ക് അവിടെ സെയിം ലിങ്ക് തന്നെയാണെന്നുള്ളത് ഞാൻ ഒരു ക്ലാസ്സിലും ഇൻട്രോ ക്ലാസ്സിൽ പറയാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് പറയാൻ എന്റെ വായിൽ വന്നില്ല. ബിക്കോസ് ഒറ്റ ക്ലാസ്സിൽ ഞാൻ അതുപോലെ പറഞ്ഞിട്ടില്ല. ഇൻട്രോ ക്ലാസ്സിലെ സെയിം ലിങ്കിൽ ഞാൻ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒറ്റ ഇൻട്രോയിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അപ്പൊ ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു കാര്യം കൂടി ഇൻട്രോയില് പറയേണ്ടിയിരിക്കും അല്ലെ. അപ്പൊ നിങ്ങളുടെ ഇൻഫോർമേഷന് അതിനും വളരെയധികം താങ്ക്സ്. ഓക്കെ, സോ ഇന്നലെ നമ്മള് ഇൻട്രോ ക്ലാസ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എല്ലാം കേട്ടു. അപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ ഹ്യൂമൻ റിസോഴ്സുകളെ മൊത്തം മാനേജ് ചെയ്യുന്നതാണ്. ഇനിയും ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഓർഗനൈസേഷൻ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. ഒരുപാട് നമുക്ക് വീടിന്റെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വി ക്യാൻ സീ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ്.
സ്മോൾ ആൻഡ് ബിഗ് അല്ലെ, വളരെ വലുതും ചെറുതുമായിട്ടുള്ള പല തരത്തില് പല രീതിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എവിടെ നോക്കിയാലും ബിസിനസ് മൈൻഡുമാണ് ആളുകൾക്ക് അല്ലെ. ഞാൻ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചാൽ അത് എനിക്ക് വേണ്ട, കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിൽക്കുകയാണ്. അപ്പൊ ഞാൻ അതിന് എന്റെ ലാഭം കണ്ടിട്ടേ ഞാൻ അത് വിൽക്കുള്ളൂ. എനിക്ക് ആ സാധനം വാങ്ങിച്ചപ്പോൾ ഇത്ര രൂപ ചെലവായി, ഇനി അത് ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചു, എന്നാലും അത്രയധികം തിരക്കേടില്ലാത്ത ഒരു കാശ് കിട്ടണം എന്ന് വിചാരിച്ച് ഞാൻ അത് വിൽക്കും. അവിടെ ബിസിനസ്സാണ്. ഓക്കെ, എല്ലാവരും ആ ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഇത്രയും ഡെവലപ്ഡ് ആയിട്ട് അങ്ങനെ അല്ലെങ്കിൽ അത്രയും ബിസിനസ്സിന് വലിയ പ്രാധാന്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലത്ത് ഈ ബിസിനസ് നടത്തുന്നതിന് ഒരുപാട് റിക്വയർ മെനി എംപ്ലോയീസ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റുകളിൽ പല ലെവലുകളിൽ ജോലി ചെയ്യാൻ ഒരുപാട് എംപ്ലോയീസിന് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ബിസിനസ് ഓർഗനൈസേഷന്റെ സൈറ്റ് അനുസരിച്ച് അക്കോർഡിംഗ് ടു ദ സൈറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് മേ ബി ലെസ് ഓർ മോർ. ചിലപ്പോൾ കുറവായിരിക്കാം, ചിലപ്പോൾ കൂടുതലായിരിക്കാം. ചെറിയ ചെറിയ ബിസിനസ് ആകുമ്പോൾ കുറച്ച് എംപ്ലോയീസ് മതി. ബിസിനസിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ, ഒരുപാട് ഏരിയാസ് ഓഫ് എന്താ പറയാ വർക്ക് എംപ്ലോയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്പർ ഓഫ് എംപ്ലോയീസും വർദ്ധിച്ചുകൊണ്ടിരിക്കും. സോ അങ്ങനെ വർദ്ധിച്ചു വരുന്ന നമ്പർ ഓഫ് എംപ്ലോയീസ് ഉള്ളത് കൊണ്ട് തന്നെ it is very difficult to manage each and every of them അല്ലെ. ഓരോരുത്തരെയും അവരെല്ലാവരെയും മാനേജ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമ്മൾ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. അത് ബിക്കോസ് ഓഫ് ദ ഡൈനമിക് നേച്ചർ ഓഫ് ഹ്യൂമൻ ബീങ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്മാരുടെ ആ ഒരു ഡൈനമിക് നേച്ചർ തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഹ്യൂമൻ റിസോഴ്സസിനെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നിങ്ങളുടെ കോഴ്സിലെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതിന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എങ്ങനെയൊക്കെയാണ് കോഴ്സ് സിലബസിന്റെ ആ ഒരു ടോപ്പിക്സിന്റെ മൊഡ്യൂൾസിന്റെ ഹെഡിങ്, ഒരു ഇൻട്രൊഡക്ഷൻ, എങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡെവലപ്ഡ് ആയി ഇന്നത്തെ ആ ഒരു HR മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് വളർന്നു വന്നത്. അതിന്റെ ഒരു ഇൻട്രോ ഉണ്ട്. പല മോഡൽസ് ഒക്കെ ഓരോരുത്തരും ഓരോ ഗ്രേറ്റ് മെൻ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു ബിസിനസിനെ കുറിച്ച്. ബിസിനസ് മാത്രമല്ല, ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റഡ് മെനി തിങ്സ്, റിസർച്ച് നടത്തി ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി. മനുഷ്യന്മാരെ മാനേജ് ചെയ്താൽ നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷനിൽ കൊണ്ടുവരാം എന്നുള്ള രീതിയിലേക്ക് ആളുകൾക്ക് മനസ്സിലായി. സോ ദേ ഡെവലപ്ഡ് ഡിഫറെന്റ് മോഡൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതുകൊണ്ട് പലരും പല മോഡലുകൾ, ഓരോ മോഡലുകൾ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു, മനസ്സിലായി, ഡെവലപ്പ് ചെയ്തെടുത്തു. അങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് പഠിപ്പിച്ച് എന്താ പറയാ വളരെയധികം എന്താ പറയാ ഈ ഓർഗനൈസേഷൻ ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അത് പഠിപ്പിച്ച് എടുത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് നമുക്ക് എന്താ പറയാ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാൻ വേണ്ടി വരും എന്നവർ കണ്ടെത്തി. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഇത്രയധികം എന്താ പറയാ ഇന്ന് വളരെ നമ്മൾ കുറച്ച് ടോപ്പ് ആയിട്ടുള്ള കുറച്ച് പ്രൊഫഷണൽ കോഴ്സുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് വൺ അമംഗ് ദം. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തോ, ഗൂഗിൾ സെർച്ച് എടുത്ത് നോക്കുക, എന്താണ് നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും പറഞ്ഞു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, പിന്നെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ്, ഡ്യൂറേഷൻ വളരെ കുറവാണ്. പിന്നെ മെഡിക്കൽ കോഡിങ്, ഒരുപാടുണ്ട് അങ്ങനത്തെ. അതില് ഒരു കുറച്ച് പിന്നെ എന്താ പറയാ നമ്മുടെ IT മേഖലകളിലൊക്കെ ഏതാണ്ടൊക്കെ കോഴ്സ് ഉണ്ട്. അക്കൗണ്ടിങ് പ്രൊഫഷണൽ, അതിനുവേണ്ടി മാത്രം അക്കൗണ്ട്സ് എന്താ പറയാ പ്രാക്ടിക്കലായി ചെയ്യുക. 4 വർഷമൊക്കെ ഡിഗ്രി BCom ഒക്കെ പഠിച്ചിട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രോബ്ലം കൊടുത്താൽ പരസഹായം കൂടാതെ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഒരു കമ്പനിയുടെ അക്കൗണ്ട് കൊടുക്കുന്നു, അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ തയ്യാറാക്കാൻ പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ ആരുടെയെങ്കിലും സഹായം വേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ നമ്മൾ ഇങ്ങനെ ഒരു പരിങ്ങുന്ന ഒരു അവസ്ഥ. പക്ഷെ ഇന്ന് അതൊക്കെ വളരെ കമ്പനി അക്കൗണ്ട്സിനൊക്കെ പ്രാക്ടിക്കലാക്കി മാത്രം ചെയ്യിപ്പിക്കുന്ന ഈ 4 വർഷം പഠിക്കുന്നതിനേക്കാൾ വളരെ ചുരുങ്ങിയ കാലാവധി കൊണ്ട് 10 monthsോ 1 year കൊണ്ടോ ഒക്കെ അക്കൗണ്ടിങ് പ്രൊഫഷണൽ മേഖലകളൊക്കെ ഇന്ന് ഒരുപാട് അങ്ങനത്തേക്ക് വന്നു തുടങ്ങി. അപ്പൊ അതിൽ ഒരു വിഭാഗത്തിന് ആ ഒരു കാറ്റഗറികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എംപ്ലോയീസിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സിലബസിൽ മുഴുവനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ, ഹൗ ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു ദ ലേറ്റസ്റ്റ് ഓർ ദ മോഡേൺ ടൈംസ്. ഇത്രയും ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിലേക്ക് അത് എങ്ങനെ ഇങ്ങനെ ഡെവലപ്ഡ് ആയിട്ട് വന്നു, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. സെക്കൻഡ് വൺ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു.
അതായത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത്, അവരെ സെലക്ട് ചെയ്യുന്നത്, ഒരു വേക്കൻസിക്ക് എങ്ങനെയാണ് നമ്മൾ എംപ്ലോയീസിനെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, അവരെ എങ്ങനെ സെലക്ട് ചെയ്യണം, അതിനുള്ള പാരാമീറ്റേഴ്സ് whatever it may be, അതൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് ചാപ്റ്റർ ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് എംപ്ലോയീസ് അവരെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്കറിയാം they should be trained properly, otherwise we cannot increase the efficiency of the workers or employees. എംപ്ലോയീസിനെ നമ്മൾ ജോലിക്ക് എടുക്കുന്നു, കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ ഒക്കെ തന്നു, അവരിൽ നിന്ന് ഇന്റർവ്യൂ ഒക്കെ നടത്തി നമ്മൾ അവരെ റിക്രൂട്ട് ചെയ്യുന്നു. റിക്രൂട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് പറയാണ് ഇതാണ് നിങ്ങളുടെ ജോലി, ഒന്ന് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവരെ അവരുടെ വഴിക്ക് വിടുന്നു എന്ന് പറഞ്ഞിട്ട് എത്തിച്ച് അവിടെ നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കൂല. കുറെ നേരമൊക്കെ അവരിരുന്ന് എന്താ ചെയ്യണ്ടേ എന്താണെന്ന് ആലോചിക്കണം. പിന്നെ ചില ആളുകൾക്ക് ചിലപ്പോൾ അറിയാമെങ്കിലും പേടി ഉണ്ടാവും. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നതാണോ ഇവർക്ക് കിട്ടേണ്ടത്, ആ ഒരു ഭയം. അപ്പൊ അതൊക്കെ പേടി ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യണം, ആ പേടിയൊക്കെ മാറ്റാനും ആ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഒന്ന് ഇല്ലാതാക്കി കൊടുക്കാനും they should be given some proper training. അത് ചിലപ്പോ മേ ബി 2 or 3 days, 3 ദിവസത്തെ ട്രെയിനിങ്ങോ 2 ദിവസത്തെ ട്രെയിനിങ്ങോ പ്രൊവൈഡ് ചെയ്യേണ്ട ജോലികൾ ഉണ്ടാവാം. മേ ബി 1 month, ഒരു മാസം ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ടാകാം. മേ ബി 1 year, ഒരു വർഷം ട്രെയിനിങ് കൊടുക്കേണ്ടതൊക്കെ ഉണ്ടാകാം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജോബ്. അത് എന്ത് ജോലിയാണോ അതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ട്രെയിനിങ് കിട്ടി കഴിയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ്, പക്ഷെ ഇനി അതിന്റെ കൂടെ ഇവർ പറഞ്ഞത് കൂടിയൊക്കെ ഇട്ടിട്ട് ആ ഒരു ധൈര്യം അല്ലെ, ആ ഒരു സ്മാർട്ട്നെസ്സും അതുപോലെ തന്നെ കറേജും ഒക്കെ കിട്ടി ആള് ചെയ്യണം. അപ്പൊ അതിന് ട്രെയിനിങ് ആവശ്യമാണ് അല്ലെ, ട്രെയിനിങ് കൊടുക്കണം. ആൻഡ് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ടാലന്റ് മാനേജ്മെന്റ് ആണ്. ടാലന്റ് മാനേജ്മെന്റ്, see along with the capability to do or to perform a job, most എന്താ പറയാ all of the employees have their own talent അല്ലെ. നമ്മളിപ്പോ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു, ആ ജോലി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ അല്ലെ, നമ്മൾ എവിടെയെങ്കിലും പഠിച്ചതിന്റെ ക്വാളിഫിക്കേഷൻ റിപ്പോർട്ട് മീൻസ് സർട്ടിഫിക്കറ്റ്സ്, ഓക്കെ, അതായത് നമ്മുടെ അക്കാഡമിക്കലായിട്ട് നമുക്ക് കിട്ടിയ ക്വാളിഫിക്കേഷൻസ് ഒക്കെ അത് പ്ലസ് പിന്നെന്താണ് നമുക്കൊരു ജോലി ചെയ്യാൻ വേണ്ടത്, അത് മാത്രം മതിയോ, ധൈര്യം വേണം, സ്മാർട്ട്നെസ് വേണം അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ ആ ജോലിക്ക് ആവശ്യമുണ്ട്, അതൊക്കെ ഉണ്ട്, ഓക്കെ. പക്ഷേ അതിനു പുറമെ they may have some extra talent. പല പുറമെ നമ്മുടെ ജോലിയുടെ അതിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോ കൊടുത്തേക്കുന്ന ജോലി അതിന് പുറമെ ചിലപ്പോൾ ആൾക്ക് അതിനേക്കാൾ അപ്പുറം നല്ല നല്ല കഴിവുകൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും ആ ഓർഗനൈസേഷനിലെ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ആളെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനും പറ്റിയ ടാലന്റ് നമ്മുടെ എംപ്ലോയീസിനുണ്ടാകും. അതെന്ത് ചെയ്യണം, അത് നമ്മൾ മേക്ക് ഔട്ട് ചെയ്യണം, അവരിൽ നിന്ന് കണ്ടെത്തണം അതെന്താണ് ആൾക്കുള്ള കഴിവുകൾ, ഓരോരുത്തരുടെയും കഴിവുകൾ മനസ്സിലാക്കാനും പറ്റണം. അതാണ് ടാലന്റ് മാനേജ്മെന്റ്. ആൻഡ് അക്കോർഡിംഗ് ടു ദ ടാലന്റ് ദേ ഹാവ് ടു ബി കോമ്പൻസേറ്റഡ്. ഓരോരുത്തരുടെയും കഴിവുകൾക്കനുസരിച്ച് അവർക്ക് റെമ്യൂണറേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് ഫോർത്ത് ചാപ്റ്റർ. ആൻഡ് ദ ഫിഫ്ത് വൺ ഈസ് പറഞ്ഞതാണ് എംപ്ലോയി ബെനിഫിറ്റ്സ്. എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റുകൾ. Beyond the salary or wages, employees are provided many different types of benefits. അല്ലെ, അതായത് അവർക്ക് കൊടുക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് വേജസും സാലറിയും മാത്രമല്ല, അതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും പലരും ഇന്നത്തെ ബിസിനസ് ഓർഗനൈസേഷൻസിലെ എംപ്ലോയർ, അതായത് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇല്ലേ, ഉണ്ടോ? ആരെങ്കിലും ഒക്കെ ജോലിക്കാരുണ്ടോ ഇവിടെ? എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവര് ഉണ്ടായിരിക്കും. ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് ജോലിക്കാരുണ്ടായിരിക്കും. സാലറി വേജസിന് പുറമെ യു മേ ഹാവ് റിസീവ്ഡ് സം അതർ ബെനിഫിറ്റ്സ് വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് PF, പ്രൊവിഡന്റ് ഫണ്ട്, പിന്നെ ബോണസ് അല്ലെ. ചില ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ നമുക്ക് ഒരു ബോണസ് എന്ന് പറയുന്ന സംഭവം കിട്ടും, ഇല്ലേ? ഇതൊക്കെയാണ്, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് കൂടാതെ നിങ്ങൾ കേൾക്കാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകും. ജസ്റ്റ് ലൈക്ക് പെർക്യൂസേറ്റ്സ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, അതുപോലെയുള്ളത്, അലവൻസസ്, ഡിയർനെസ് അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, അതുപോലെ ഹൗസ് റെന്റ് അലവൻസ്, അങ്ങനെയുള്ള കുറെ അലവൻസുകൾ കുറച്ചൊക്കെ കൂടി. അതാണ് ഒരു ചാപ്റ്റർ, എംപ്ലോയീസ് ബെനിഫിറ്റ് ആൻഡ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആൻഡ് ദ ലാസ്റ്റ് വൺ, സിക്സ്ത് ചാപ്റ്റർ ആണ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, എംപ്ലോയി ഡിസിപ്ലിൻ, എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചതാണ്. എല്ലാ ചാപ്റ്ററും എംപ്ലോയീസ് മാത്രം ബന്ധപ്പെട്ടതാണ്. കാരണം നമ്മൾ പഠിക്കുന്ന കോഴ്സിന്റെ പേര് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. മീൻസ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് or workmen or employees of an organization. Human resource management എന്താണെന്ന് ചുരുക്കത്തിൽ ഒറ്റ സെന്റൻസ് നമുക്ക് പറഞ്ഞു നിർത്തുകയാണെങ്കിൽ പറയാം എന്താണ് ഇത്.
മനുഷ്യന്മാരെ കുറിച്ചുള്ള, അതായത് ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവം. ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന മനുഷ്യ വിഭവം എന്ന് പറയുമ്പോൾ ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് ഫ്രം ദ ലോവർ ലെവൽ ടു ദ ടോപ്പ് ലെവൽ. ഏറ്റവും താഴെയുള്ള ലെവലിൽ ജോലി ചെയ്യുന്ന ക്ലീനിങ് ആണ് ഏറ്റവും താഴെ കിടക്കുന്ന ജോലി. അവിടെ നിന്ന് തുടങ്ങി ഏറ്റവും ടോപ്പിലെ എക്സിക്യൂട്ടീവ്സ് വരെ, മാനേജ്മെന്റ് വരെ, അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനെയും എല്ലാവരും ഒരുപോലെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ നമുക്ക് ഒറ്റ സെന്റൻസിൽ നമുക്ക് മീൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടെന്ന് വിചാരിക്കരുത്. ഓക്കെ, അതിനാണ് ഞാൻ ഇതിങ്ങനെ കുറച്ചും കൂടി കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. വേറൊരു ടോപ്പിക് ഇല്ല, ഓൺലി എവറിഥിങ് റിലേറ്റഡ് ടു ഹ്യൂമൻ റിസോഴ്സ്. എല്ലാം എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹ്യൂമൻ റിസോഴ്സിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വീണ്ടും ഞാൻ പറയാണ്, നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് മ്യൂട്ട് ചെയ്തിട്ട ക്ലാസ്സുകൾ. ലാസ്റ്റ് 5 or 10 minutes if necessary I will give you if you have to clear any doubts. Okay, അപ്പൊ അത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം, കണ്ടീഷണൽ ആണ് കേട്ടോ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ഇറ്റ് മീൻസ് കണ്ടീഷൻ ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും, നമ്മൾ ആ ലാസ്റ്റത്തെ 5-10 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും പറഞ്ഞു തരാൻ വേണ്ടി ഉപയോഗിക്കും. അതല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ദാറ്റ് വിൽ ക്യാരി ഓൺ. ഓക്കെ, അത് തുടങ്ങും വീണ്ടും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ വീണ്ടും പറഞ്ഞ് നിർത്തിയത് എന്തിനാന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം വീണ്ടും ഞാൻ പറഞ്ഞിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നവരാണോ ഇന്നിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഇന്നലത്തെ എന്താ പറയാ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കാണാതെ, അത് വാച്ച് ചെയ്യാതെ, മീൻസ് ലൈവായിട്ടോ അല്ലെങ്കിൽ റെക്കോർഡോ കാണാതെ ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് റേസ് യുവർ ഹാൻഡ്. ഒന്ന് കൈപ്പൊക്കാമോ? ഹാൻഡ് റേസ് ചെയ്യാൻ പറ്റിയത് സംഭവമൊക്കെ അവിടെ ഉണ്ടാവണം. നിങ്ങളൊക്കെ കുറച്ചും കൂടി നമ്മളെക്കാൾ നന്നായി കൈകാര്യം ചെയ്യുന്നവരായിരിക്കും അല്ലെ, ഈ പറയുന്ന ഫോണും അതുപോലെ കമ്പ്യൂട്ടറും ഒക്കെ. ഓക്കെ, എന്തോ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ദേവിയാണോ? ഓക്കെ, ദേവി മാത്രമേ ഉള്ളോ? ദേവി അങ്ങനെയല്ലേ പേര്? ദേവി, ഷീജ ഉണ്ട്, ഷീജ ഉണ്ട്. സോ പിന്നെ ആരെങ്കിലും ഉണ്ടോ? റെക്കോർഡഡ് ക്ലാസ്സും കാണാൻ പറ്റിയില്ല? റെക്കോർഡഡ് ക്ലാസ് കാണാൻ പറ്റില്ല? കീർത്തി, സോറി, അത് ജോയിൻ ചെയ്തതാണ്. റെക്കോർഡഡ് ക്ലാസ് കാണാനുള്ള ഇൻട്രോന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് കാണാൻ പറ്റിയില്ല? അത് ഞാൻ പറയാം. ഓക്കെ, ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാതെ നമുക്ക് ക്ലാസ്സുകൾ എന്താ പറയാ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. റെക്കോർഡ് വീഡിയോ ഉണ്ടായിരുന്നില്ലേ? ആരെങ്കിലും കണ്ടവരുണ്ടോ? ഇപ്പൊ ഇന്നലെ നമ്മള് ലൈവിൽ ഉണ്ടായിരുന്നവരും നമ്മളിവിടെ ഇൻട്രോ ക്ലാസ് കൊടുത്തിരുന്നു. ആ ഇൻട്രോന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോ അതിന്റെ ഒരു റെക്കോർഡ് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ. ഗൂഗിള് നമ്മുടെ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ റെക്കോർഡ് കാണുന്നത് നിങ്ങൾ കാണാൻ സ്ക്രീനിൽ റെഡ് ഒരു സംഭവം അല്ലെ, അത് കാണിക്കുന്ന റെക്കോർഡിംഗ് ആണ് നമ്മുടെ ഈ ക്ലാസ്. ഗൂഗിൾ ആണ് അത് റെക്കോർഡ് ചെയ്യുന്നത്, നമ്മളല്ല. ഓക്കെ, സ്മാർട്ട് സ്ക്രീൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യും. ഗൂഗിൾ തന്നെ നമുക്കത് തരുമ്പോഴേക്കും രാത്രിയാകും. അത് അപ്ലോഡ് ചെയ്ത് അവര് നമുക്കത് ഡൗൺലോഡ് ചെയ്ത് തരുമ്പോഴേക്കും നാളെ രാവിലെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രാത്രിയാകുമ്പോൾ സ്റ്റാഫ് ഒന്നും ഉണ്ടാവില്ലല്ലോ. രാവിലെ സ്റ്റാഫ് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് അത് വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അവൻ തന്നിട്ടുണ്ടാവണമല്ലോ. അത് തന്നിട്ടുണ്ട്. കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയാമോ? ഇത് കണ്ടില്ല എന്ന് പറയുന്നു. കുറച്ചു മുന്നേ റെക്കോർഡ് ക്ലാസ് കിട്ടിയത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇന്ന് അത് കഴിയുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തൊക്കെ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞേക്കണെന്ന് ഒന്ന് കണ്ടേക്കാട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോ അങ്ങനെ കുഴപ്പമില്ല. ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടില്ല. പക്ഷെങ്കിലും കുറച്ച് ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ആ റെക്കോർഡഡ് ക്ലാസ്സിൽ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് കേട്ടേക്ക്. അതല്ല പിന്നീട് അത് കഴിയുമ്പോ അത് പറഞ്ഞപ്പോ ഞാൻ കേട്ടില്ല, ഇത് കേട്ടില്ല എന്ന് ഒരു ഇത് വരണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണേ. ഓക്കെ, സോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ റെക്കോർഡ് ചെയ്ത് തരുന്ന ക്ലാസ്സിലാണ്. നിങ്ങൾക്കത് പിറ്റേ ദിവസമായിരിക്കും അപ്ലോഡ് ചെയ്യാം. പിന്നെ നോട്ട് എന്ന് പറയുന്നത്, അതിനെ കുറിച്ച് ഞാൻ ഇതൊക്കെ പറഞ്ഞു ക്ലാസ്സിൽ. നിങ്ങൾ അവിടെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയും നോട്ട്സ് എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടാന്ന്, ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ നോട്ടോ എന്താണോ ആ സ്റ്റഡി മെറ്റീരിയൽ ഹൗ ടു ഒബ്റ്റെയിൻ എന്നുള്ളത് നിങ്ങൾ അവിടെ ചോദിക്കുമ്പോൾ അവർ പറയും. അവരത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. ഓക്കെ, പിന്നെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞു. നമ്മൾ എടുക്കുന്ന ഡെയിലി ക്ലാസ്സുകളുടെ
എന്താ പറയാ 5 മിനിറ്റ് 5 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അത് റെക്കോർഡ് ക്ലാസ്സിനോടൊപ്പം തന്നെയാണ് തരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതും ഒന്ന് സബ്മിറ്റ് ചെയ്യും. സോ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും നിങ്ങളോട് അറിയിക്കാനുള്ള ചില കാര്യങ്ങൾ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഒന്ന്. ഇത്രയും കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. കാരണം വൈകി വരരുത്, അങ്ങനെ 2-3 വരിയാണ്. ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 1:30 തന്നെ, വേണമെങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് കയറിയിരുന്നു, എന്നാലും കുഴപ്പമില്ല. 1:30 എന്റെ സിസ്റ്റത്തിലായാൽ മാത്രമേ ഞാനിത് ഓൺ ആക്കുള്ളൂ. അതായത് നമ്മുടെ വോയിസും അതുപോലെ ക്യാമറയും ഓൺ ആക്കുള്ളൂ. അതുവരെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു 5-8 മിനിറ്റ് മുമ്പാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കേണ്ടത്. കുട്ടികളെ ജോയിൻ ചെയ്തില്ലല്ലോ, അയ്യോ വളരെ കുറവ് സ്ട്രെങ്ത് ആയിട്ടുള്ളൂല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളിവിടെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാം. ഇൻ ബിറ്റ്വീൻ നമ്മളിവിടെ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികൾ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും നിങ്ങൾ അവിടെ വീട്ടില് എന്തെങ്കിലുമൊക്കെ ബഹളമൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്കിവിടെ കേൾക്കാൻ പറ്റും. ഓക്കെ. അല്ല സുനൈന അല്ലല്ല, ഒരിക്കലും അല്ല. മോക്ക് ടെസ്റ്റുകളുടെ എന്തിനാ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്? നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. മീൻസ് എക്സാമിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യന്റെ മോഡലാണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് തരുന്നത്. ഒരു ക്വസ്റ്റ്യൻ, അതിന് ഒരു 4 ഓപ്ഷൻസ് അടങ്ങുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പൊ 4 ഓപ്ഷൻസ് തരും. യു ഹാവ് ടു ചൂസ് ദ കറക്റ്റ് ആണ്. നിങ്ങൾ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ. അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായി. അത് നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചോ. അതും ഒക്കെ പഠിക്കാനുള്ളതാണ് നമുക്ക്. അതുൾപ്പെടെ നിങ്ങൾ ടീച്ചേഴ്സ് ചില ഭാഗങ്ങളൊക്കെ ഒന്ന് എന്താ പറയാ, ഓരോ പേജ് എടുക്കുമ്പോൾ ആ പേജിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറയും. അതായത് പ്രത്യേകം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അതും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓരോ ടീച്ചേഴ്സും എടുക്കുന്ന അവരുടെ ടോപ്പിക്കിൽ അത് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ബുക്കൊക്കെ കിട്ടുമ്പോൾ. ഓക്കെ. അല്ലെങ്കിൽ നോട്ട് പ്രിന്റ് ഔട്ട് എടുക്കുകയാണെങ്കിലോ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് ആ രീതിയിൽ നിങ്ങളത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. മോക്ക് ടെസ്റ്റ് നമ്മുടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ അത് പോകും. പിന്നെ വീണ്ടും നമ്മൾ അത് ലിങ്ക് എടുക്കേണ്ടി വരും അല്ലെ, ഓപ്പൺ ആക്കണം. അതിന് പകരം ഒരു 5 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. നോട്ട്ബുക്കിൽ അത് വേണമെങ്കിൽ എഴുതി വെച്ചോ. നോട്ട്ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ബാക്കിൽ ഓരോ പേജിന്റെ ബാക്കിൽ അടിച്ചിട്ട് എഴുതി വെച്ചാലും മതി അല്ലെ. കറക്റ്റ് ആൻസറും ആ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും എന്ത് ഈസിയാണ്. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം സൗകര്യത്തിനൊക്കെ. ഓക്കെ. വി ഹാവ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻസ്. അതാണ് ഇന്ന് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, സാഹചര്യത്തിനൊത്ത് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം. ഇന്ന് നമ്മൾക്ക് ഒരു പാഠം കൂടിയാണ് ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയത് അല്ലെ. കിട്ടിയത് അറിയാലോ അല്ലെ. കുറെ പേര് പുറത്ത് നോക്കിയിട്ടാണ് എന്താണ് ക്ലാസ് എവിടെയാണ്, ഇന്നത്തെ ലിങ്ക് തന്നെയാണോ അല്ലേ, വേറെ ലിങ്ക് വരും എന്ന് വിചാരിച്ചിരുന്നു. ഒരു കുട്ടി എന്ത് ചെയ്തു, ആളുടെ പേര് എന്തായിരുന്നു, അപ്പൊ അവള് എന്ത് ചെയ്തു, ആള് വേഗം തന്നെ എന്ത് ചെയ്തു, വിളിച്ച് ചോദിച്ചു. അപ്പൊ പഴയ ലിങ്ക് തന്നെയാണ്. വിളിച്ചപ്പോ എന്താ ചെയ്തു, പഴയ ലിങ്കിലേക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് കയറി നോക്കിയതാന്ന്. കയറിയപ്പോ എന്താണ്, ഓക്കെ കറക്റ്റ് ആണ്, ഞാൻ തിരഞ്ഞെടുത്ത വഴി. അപ്പൊ ഓക്കെ. അപ്പൊ ഇതുപോലെ നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യണം. ഇതല്ല എങ്കിൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ്, അത് ചിന്തിക്കണം. ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യന്മാർക്കാണ് ചിന്തിക്കാനുള്ള കഴിവ് വന്നിരിക്കുന്നത് അല്ലെ. സോ വട്ട് എവർ ഇറ്റ് മേ ബി. അപ്പൊ വൺസ് അഗെയിൻ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമ്മൾ തുടങ്ങാം കേട്ടോ. ഞങ്ങൾ തുടങ്ങാണ്. ഓക്കെ. നമ്മൾ തുടങ്ങുന്ന ചാപ്റ്റർ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രോ ആണ്. ഇൻട്രൊഡക്ഷൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. അതല്ല. സെക്കൻഡ് വൺ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, അതുമല്ല. തേർഡ് ചാപ്റ്റർ ആണ് ഞാൻ എടുക്കുന്നത്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഒന്നും ഒന്നിനോട് കണക്റ്റഡ് അല്ല, ഒരു ഫ്ലോ ഉണ്ടെന്ന് മാത്രം, പക്ഷെ കണക്ഷൻ ഒന്നുമില്ല. ദാറ്റ് മീൻസ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ when an employee is recruited or selected after an interview, how can be them trained to increase the efficiency of each and every employee, and also which leads to the increase the productivity of the organization. നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ നമ്മളൊരു റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഒരു കാൻഡിഡേറ്റിനെ എന്ത് ചെയ്തു, ഇന്റർവ്യൂ ഒക്കെ നടത്തി അവിടുത്തെ ആളെ എന്ത് ചെയ്തു, നമ്മളുടെ ഒരു ജോബ് വേക്കൻസി, നമ്മുടെ ഒരു ഓർഗനൈസേഷൻ വേക്കൻസി ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. റിക്രൂട്ട്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത്, അവർക്ക് വേണ്ട രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ വരുന്ന ആളുകള് തിയററ്റിക്കൽ ആയിട്ട് പുസ്തകങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ അവരുടെ കയ്യിലുണ്ടായിരിക്കാം. പക്ഷേ they may not have some practical knowledge how to perform it. ഈ പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ജോലി നമുക്ക് കിട്ടി. ആ ജോലിയിൽ നമ്മൾ പ്രാക്ടിക്കലായി എന്ത് ചെയ്യണമെന്ന് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത്ര ഐഡിയ ഉണ്ടാവണമെന്നില്ല. ഉണ്ടാവും. വരുമ്പോ തന്നെ എല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ വരുന്നത്? അല്ല, തീർച്ചയായിട്ടും അല്ല. അപ്പൊ ഈ തിയററ്റിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം.
ഇന്ന ബിസിനസ് ഓർഗനൈസേഷൻ, ഇന്നത് ഹോസ്പിറ്റല്, അവിടെ ഇത്ര എംപ്ലോയീസ് ഉണ്ട്, അവിടെ തന്നെ എംപ്ലോയീസ്, സ്റ്റാഫുകള്, നഴ്സുമാര്, ഡോക്ടർമാര്, മറ്റൊരു ഓർഗനൈസേഷൻ, ഇപ്പൊ ലുലു പോലുള്ള വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷൻ ഒന്ന് ചിന്തിച്ചേ, ഒത്തിരി ആളുകൾ വർക്ക് ചെയ്യുന്നത് അവിടെ അല്ലെ. അവിടെ ക്ലീനിങ് സെഷനിൽ പോലും, അതുപോലെ തന്നെ മറ്റു ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ക്യാഷില് അല്ലെ, മറ്റ് മാനേജ്മെന്റ് കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇവരെല്ലാവരെയും ഇതെന്താണ് പറയാ, ഇതെല്ലാം തന്നെ മാനേജ് ചെയ്യണം. അപ്പൊ ഇവിടെയൊക്കെ എംപ്ലോയീസ് ഉണ്ട്. ഇവർക്ക് വരുമ്പോ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോപ്പർ ട്രെയിനിങ്. ചിലപ്പോ മേ ബി 1 hour, ചിലർക്ക് 1 hour ട്രെയിനിങ് കൊടുത്താൽ ഇതേ ഇങ്ങനെയൊക്കെയാട്ടോ ചെയ്യേണ്ടത്. ഒരു ക്ലീനിങ് സെക്ഷനിലേക്ക് നമ്മൾ 2 റിക്രൂട്ട്മെന്റ് നടത്തി, 2 ആളുകളെ ജോലിക്കെടുത്തു. സോ ഹൗ ടു ക്ലീൻ, അതെങ്ങനെയാണ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അല്ലെ, പണ്ടത്തെ പരമ്പരാഗത ട്രഡീഷണൽ രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിൽ ഏതാണ് നമ്മൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന മാർഗം? ഓക്കെ, അതിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. They may not be aware of how to use that particular machinery. ചിലപ്പോ ഇല്ലേ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആധുനികപരമായിട്ട് ഒരുപാട് ക്ലീനിങ് മെഷീൻസ് ഉണ്ട് ഇല്ലേ? ലുലുവിലൊക്കെ പോവാറില്ലേ നിങ്ങള്? പോകാറുണ്ടാ? അത്രയും വലിയൊരു ബിസിനസ് സംരംഭം നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ, നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ ഉള്ളതുകൊണ്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കണ്ടെടുത്ത് അവിടുത്തെ ക്ലീനിങ് സ്റ്റൈൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവിടെ ക്ലീനിങ്. ഒരു ഇച്ചിരി പോലും വാട്ടറോ മറ്റെന്തെങ്കിലും സ്പില്ല് ചെയ്ത് വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ വന്നത് ക്ലീൻ ചെയ്യും. അവരൊരു മോഡേൺ ടെക്നോളജിയാണ് അവർ ഉപയോഗിക്കുന്നത് അല്ലെ, അല്ലാതെ പണ്ടത്തെ രീതിയിൽ മോപ്പൊക്കെ പിടിച്ച് വെള്ളത്തിൽ മുക്കി തുടക്കിയല്ല. അപ്പൊ അത് ചിലപ്പോ ഇത് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം, ഓപ്പറേറ്റ് ചെയ്യിക്കണം, അത് എങ്ങനെ നമുക്ക് അത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് ഈ പുതിയതായിട്ട് വരുന്ന ആളുകൾ ചിലപ്പോൾ അറിയുണ്ടാവില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1 ദിവസം ഒക്കെ അവന് ഇതെങ്ങനെയാണ് എന്നൊക്കെ ആരെക്കൊണ്ടെങ്കിലും അത് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം അല്ലെ. ഇപ്പൊ ഒരു എന്താ പറയാ, പുതിയ ടീച്ചർ നമ്മുടെ സ്മാർട്ട് സിറ്റിയില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിപ്പിക്കാനായിട്ട് ടീച്ചർ വരികയാണ്. സാധാരണ ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് വിളിക്കാവുന്ന എന്താ, ഒരു ടീച്ചറിന് ഒഴിവുണ്ടെന്ന് പറയുമ്പോൾ പരസ്യം കാണുമ്പോൾ വേഗം തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, ഓ ടീച്ചറാകാനല്ലേ, ഓക്കെ എനിക്ക് അതിനുള്ള കഴിവുണ്ട്, ഞാൻ അപ്ലൈ ചെയ്യുന്നു, എന്നെ വിളിക്കുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നു, ഓക്കെ ഇതാണ് ടീച്ചർ. ഓക്കെ, പക്ഷെ അത് ഒരു ഓഫ്ലൈൻ ക്ലാസ് അല്ല, ഇത് ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ ഓൺലൈനിലാണ് നമ്മൾ ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നു. ഓക്കെ ശരി, ഫിക്സഡ് എന്ന് പറഞ്ഞ് നമ്മൾ കോൺട്രാക്ട് ഒക്കെ എഗ്രി ചെയ്ത് നെക്സ്റ്റ് ഡേ തുടങ്ങി യു ആർ അപ്പോയിന്റഡ് ആൻഡ് യു കൻ കം എന്ന് നമ്മളോട് പറയാണ്. ബിക്കോസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ടീച്ചർ വരുന്നു, ജോലിക്കായിട്ട് വരുന്നു, ഓടി വന്നിട്ട് വേഗം ചെറിയ നമ്മുടെ ക്ലാസ് എടുത്തോ, ടീച്ചറുടെ ടൈം ടേബിൾ ഇതാണെന്ന് പറഞ്ഞ് വേഗം ഇരുത്താൻ പറ്റുമോ? ഇല്ല. വി ഹാവ് ടു ഗിവ് സം ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓൾസോ സം ട്രെയിനിങ്. ചിലപ്പോ ഒരു അരമണിക്കൂർ കൊണ്ട് ടീച്ചർ ആയതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ നല്ല കേപ്പബിലിറ്റി ഉള്ള ആളാണോ, ചിലപ്പോൾ ആൾ അത് ഹാൻഡിൽ ചെയ്തോളും. പക്ഷെ ഇത് ഇങ്ങനെയാണ്, ദിസ് ഈസ് ദ സ്റ്റൈൽ ഓഫ് ടീച്ചിങ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു നോട്ട്, നമ്മൾ പഠിപ്പിക്കുന്ന നോട്ട് ഇവിടെ എന്താ പറയാ ഡിസ്പ്ലേ ചെയ്യണം, ഒരു പ്രസന്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ അവിടെ മ്യൂട്ട് കൊടുക്കണം, എല്ലാവരെയും മ്യൂട്ട് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ അവരവിടെ കൊച്ചുണ്ടാക്കും. കൊച്ചയും പറഞ്ഞുകൊണ്ടാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മിണ്ടായിരിക്കും കൊച്ചെന്ന് സ്കൂളിലേക്ക് പറയുന്ന പോലെ പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അതുകൊണ്ട് അത് ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം, ഇതൊക്കെ പറഞ്ഞും ചെയ്തും കാണിച്ചു കൊടുക്കണം. So training is very, very important to increase the knowledge and skill of the candidates or employees for a particular purpose. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, പല രീതിയിലും പല ഡിപ്പാർട്ട്മെന്റിലോ പല സ്ഥലങ്ങളിലോ ഒക്കെ നമ്മൾ ആളുകളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ്ങിലൂടെ അവരുടെ എന്ത് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും, സ്കിൽ ആൻഡ് ഓൾസോ നോളജ്, അറിവും കഴിവും ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അറിവും കഴിവും വർദ്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അതെ ഇതൊക്കെ എനിക്ക് മനസ്സിലായി, ഓക്കെ ഞാൻ ചെയ്തോളാം, ഇനി എന്റെ കഴിവും കൂടി ഞാൻ എടുത്ത് എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് ട്രെയിനിങ്ങിന്റെ ഉദ്ദേശം. അതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആണ്. ഏത് ബിസിനസ് ഓർഗനൈസേഷനും അവിടെ ന്യൂലി റിക്രൂട്ടഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ് എന്ത്, ഈ പറയുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എന്താ പറയാ, അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, എന്ത് ജോലിയാണോ ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ആൾക്ക് കൊടുക്കേണ്ടത്. ഇപ്പൊ ടീച്ചിങ് ചെയ്യാൻ വരുന്ന ആൾക്ക് വേറെ ഏതെങ്കിലും മേഖലയിലെ ഒരു ട്രെയിനിങ് ആണോ കൊടുക്കണ്ടേ? അല്ല, ആ ടീച്ചിങ്ങിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. ഇത് ഇങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത്, ഇതാണ് നമ്മളുടെ രീതി. ഇന്ന് ഈ ഒരു പോർഷൻ നിങ്ങൾ ഇപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഓഫ്ലൈൻ ക്ലാസ്സുകൾ പോലെയല്ല, കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുക. ഓൾ ദീസ് തിങ്സ്, അതൊക്കെ നമ്മൾ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നു. ഇനി ഈ ട്രെയിനിങ്, it also increases the attitude of the employees, knowledge of the employees, skill of the employees. ഈ ട്രെയിനിങ്ങിലൂടെ നമുക്ക് എംപ്ലോയീസിന്റെ
പല പല കാര്യങ്ങളും വർദ്ധിപ്പിക്കാൻ പറ്റും. അറിവ്, നോളജ്, നേരത്തെ പറഞ്ഞു, വീണ്ടും പറയാണ്, നോളജ്, സ്കില്ല്, കഴിവ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവം ടുവേർഡ്സ് ദാറ്റ് ഡ്യൂട്ടി ഓർ ജോബ്. തനിക്ക് തന്നേക്കണ ആ ജോബിനോടുള്ള തന്റെ മനോഭാവം, താൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ വർദ്ധിപ്പിച്ച് ഒരു കോൺഫിഡൻസ് നേടിക്കൊടുക്കുന്ന ഒന്നാണ് എന്ത് ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഫുള്ളി എന്താ പറയാ പ്രൊഡക്റ്റീവ് ആയിട്ട് എല്ലാ എംപ്ലോയീസിനെയും പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് എല്ലാം കഴിവൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങനെയാണത് എന്താ പറയാ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതിൽ പേടി. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഒരു ആള് ജോലിക്ക് കയറുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻസ് ഉണ്ട് അല്ലെ, എങ്ങനെയായിരിക്കും, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പല രീതിയിലുള്ള ടെൻഷൻസ് ഉണ്ട്. അപ്പൊ ഈ ടെൻഷൻസ് ഒക്കെ ഒരു പരിധി വരെ ഇല്ലാതാക്കാനും ഈ ട്രെയിനിങ് കൊണ്ട് സാധിക്കും. അപ്പൊ ന്യൂലി റിക്രൂട്ടഡ് എംപ്ലോയീസ് മസ്റ്റ് ബി ഫുള്ളി പ്രൊഡക്റ്റീവ്. അവരെ ഫുള്ളി പ്രൊഡക്റ്റീവ് ആക്കണം. അതെങ്ങനെയാ? ഇറ്റ് ഈസ് ത്രൂ പ്രോപ്പർ ട്രെയിനിങ് വിത്ത് മിനിമം ടൈം. അങ്ങനെയാണ് നമ്മൾ കയറി വരുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന എംപ്ലോയീസിനെയൊക്കെ കൂടുതൽ എന്താ പറയാ ട്രെയിനിങ് കൊടുത്തിട്ടാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവരെ പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നിന്റെ പോലെ നീ അങ്ങോട്ട് ചെയ്തോ, നിനക്കറിയാവുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി, ട്രെയിനിങ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ പറയാണ്. അപ്പൊ എന്ത് ചെയ്യും? സമയം എടുക്കും. കാരണം അവരത് ചെയ്ത് 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 ചിലപ്പോ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും എന്താകുള്ളൂ? പ്രൊഡക്റ്റീവ് ആകുള്ളൂ, എഫിഷ്യന്റ് ആകുള്ളൂ. പക്ഷെ അത് പോരാ. ഓർഗനൈസേഷൻ ഇവിടെ എന്താ പറയാ പരീക്ഷണത്തിനൊന്നും സമയമില്ല. ഒരു ബിസിനസ് ഓർഗനൈസേഷനും ഇല്ല. ദേ ആർ നോട്ട് വെയിറ്റിംഗ് ഫോർ എനി ടൈപ്പ് ഓഫ് ടെസ്റ്റ്. ഇതുപോലെ ആളുകളെ വെച്ച് പരീക്ഷിച്ച് നോക്കി സക്സസ് ആവോ അല്ലേ എന്നൊന്നും നോക്കാനൊന്നും ഓർഗനൈസേഷന് നേരമില്ല. അപ്പൊ എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? ഒരു ബിസി ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലെ, ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ദർ ഇസ് നോ ടൈം ടു വേസ്റ്റ്. അവിടെ സമയം ഒന്നുമില്ല പാഴാക്കി കളയാൻ. സോ വിത് മിനിമം ടൈം. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫുള്ളി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യണം? എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണം. ഫോർ ദാറ്റ് പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ട്രെയിനിങ് കൊടുക്കണം. ഇനി ഈ പുതിയ എംപ്ലോയീസിന് മാത്രം ട്രെയിനിങ് കൊടുത്താൽ മതിയാകുമോ? നോ, ഇറ്റ്സ് നോട്ട്. നോ ഇസ് ദ ആൻസർ. കാരണം എന്താണെന്ന് അറിയട്ടെ, ചില ഓർഗനൈസേഷനിൽ, ചിലതൊന്നുമല്ല, ഇന്നത്തെ കാലത്ത് എല്ലാ ഓർഗനൈസേഷനിലും there are different new machines or equipments introduced for the development of the organization. ബിസിനസ് ഓർഗനൈസേഷന്റെ പുരോഗതി, വളർച്ച, ആ വളർച്ചയുടെ എന്താ പറയാ ഒരു ഒഴുക്കില് മിക്ക ഓർഗനൈസേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? പഴഞ്ചൻ മെഷീൻസും എക്യുപ്മെന്റുകളൊക്കെ മാറ്റി പുതിയത് അതിന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, റീപ്ലേസ് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. അപ്പൊ പഴയ രീതിയിലുള്ള മെഷീനൊക്കെ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരുന്നിരിക്കും. അപ്പൊ അന്ന് ജോലി ചെയ്യുന്ന ആൾക്കാര് they used to handle that particular machine. അവർ അതുമായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് പകരം ഇത് മാറ്റി നമ്മൾ ഇനി തുടങ്ങി ഇതല്ല, അതെ, ഇതിന് പകരം നമ്മൾ പുതിയ മെഷീൻ വാങ്ങിച്ചിട്ട് ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത്. നീ അല്ലെങ്കിൽ ഇത് ഇന്നത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ജോലി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മാറ്റി കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? സാധനം എങ്ങനെ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇല്ലേ? ഇതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണേ. യു ജസ്റ്റ് ഇമാജിൻ, നമ്മുടെ വീടുകളിൽ നമ്മൾ വാഷിംഗ് മെഷീൻസ്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീനാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് അത് പറയും, ഉണ്ടെന്ന് വിചാരിക്കുക, കുറച്ച് പഴയ രീതിയിലാണ്. ആൻഡ് അത് കുറെ എന്ത് ചെയ്തു? ഡിപ്രീസിയേറ്റഡ് ആയിട്ട് പോയി, അതിന്റെ മൊത്തം തേയ്മാനമൊക്കെ വന്ന് പരമാവധി റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ഓടിക്കലൊക്കെ കഴിഞ്ഞു. ഒരു 10-20 വർഷം വാലിഡിറ്റിയോ അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ലൈഫ് ഉണ്ടായിരുന്ന മെഷീനെ നമ്മളൊരു 40 വർഷമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കാം. ഇനിയിപ്പോ നിവൃത്തിയില്ല, ഇനി അത് മാറ്റി പുതിയത് വാങ്ങിച്ചു. സോ പുതിയത് വന്നപ്പോ അതിന്റെ ടെക്നോളജീസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ, അതിന്റെ ഫംഗ്ഷനിങ്ങില്, അത് ഫംഗ്ഷനിങ് ചെയ്യിപ്പിക്കുന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇങ്ങനെ പണ്ടുള്ളതിനെ ഹാൻഡിൽ ചെയ്ത് അതേ രീതിയിൽ ഇതിനെ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തരണം. 1-2 പ്രാവശ്യം അത് പ്രവർത്തിപ്പിക്കുന്നത് കാണിച്ചിട്ടതാണ് ട്രെയിനിങ്. അത് ട്രെയിനിങ് അല്ലേ? അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷനില് പഴയ മെഷീൻസും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എക്യുപ്മെന്റുകൾ കൈകാര്യം ചെയ്തിരുന്ന ആളുകള് when it is replaced by new ones, പുതിയത് വെച്ച് അതിനെ റിപ്ലേസ് ചെയ്യുമ്പോൾ they also have to be given proper training how to use it. എങ്ങനെ അത് ഉപയോഗിക്കണം എന്നുള്ളത് അവർക്കും ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം ട്രെയിനിങ് എന്ന് പറയുന്നത് ന്യൂലി അപ്പോയിന്റഡ് എംപ്ലോയീസിനും ആൻഡ് ഓൾസോ ഓൾഡ് എംപ്ലോയീസിനും ഒരുപോലെ കൊടുക്കേണ്ടതാണെന്നും and it is also referred as, അതുകൊണ്ട് നമുക്ക് ട്രെയിനിങ്ങിനെ പറയാം it is a continuous or never ending process in an organization. ഒരു ബിസിനസ് ഓർഗനൈസേഷനില് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂയിങ് പ്രോസസ് ആണ്, നെവർ എൻഡിങ് പ്രോസസ് ആണ്. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നതിന് ഒരു അവസാനവും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ടിരിക്കണം.
പുതിയ പുതിയ വരുന്ന എംപ്ലോയീസിന് കൊടുക്കണം. കൂടാതെ അവിടെ ഉള്ള എംപ്ലോയീസിന് തന്നെ പല മാറ്റങ്ങൾക്ക് വിധേയമായി എന്ത് ചെയ്യണം, അവർക്കും അതിനനുസരിച്ച് ട്രെയിനിങ് കൊടുക്കണ്ടേ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ വേണ്ടേ? പുതിയത് വരുന്നവർക്ക് മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ മതിയാവോ? അല്ല, പുതിയവർക്കും അതുപോലെ തന്നെ പഴയവർക്കും ഏതെങ്കിലും രീതിയിൽ അപ്ഗ്രഡേഷൻ വി ആർ മേക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ ആ കൊണ്ടുവരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യണം, ട്രെയിനിങ് കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ പറയുന്നത് എന്ന് പറയുന്നത് ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂയിങ് പ്രോസസ് ആണ്. ഇറ്റ്സ് നോട്ട് എ വൺ സ്റ്റെപ്പ് പ്രോസസ്. ഇതൊരു വൺ സ്റ്റെപ്പ് പ്രോസസ് അല്ല, ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പ്രോസസ് അല്ല. ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇപ്പൊ കൊടുത്തു ട്രെയിനിങ്, സോ ആഫ്റ്റർ 3 months maybe given again. മനസ്സിലായോ? ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് എന്താണ് ഒരു അപ്ഗ്രഡേഷൻ, ഒരു റിഫ്രഷ്മെന്റ് പോലെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ എംപ്ലോയീസ് ഒക്കെ കുറച്ചുകൂടി എനർജറ്റിക് ആവും. പുതിയതൊക്കെ അറിഞ്ഞ് പഠിച്ച് അവർ കുറച്ചും കൂടി എനർജറ്റിക് ആവും, കുറച്ചും കൂടി സ്മാർട്ട് ആകും, കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആകും. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ എംപ്ലോയീസ്. അപ്പൊ എന്ത് പറ്റും, എംപ്ലോയീസിന്റെ ഉത്പാദനക്ഷമത വർദ്ധിക്കും. ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ദ സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പൊ അത് എന്തിലേക്ക് നയിക്കും, ഓർഗനൈസേഷന്റെ വിജയത്തിലേക്കും നയിക്കും. ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ കുറെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കയറിയോ? ഇത് പറയാമോ? മനസ്സിലായോ? ഉറങ്ങണം എല്ലാവരും? ഉച്ചയുറക്കത്തിലാണോ? ഓക്കെ, 2-3 കുറച്ച് പേര് മാത്രം ഇവിടെ ഹാൻഡ് തമ്പൊക്കെ റേസ് ചെയ്യുന്നുണ്ട്. ഉറങ്ങരുത്, ഇത് ഒച്ച സമയമാണ്, 1:30 മണിയാണ്. എന്റെ മധുരമായ സൗണ്ട് ഇട്ട് നമുക്ക് ഉറങ്ങാൻ വഴിയൊന്നുമില്ല. എനിക്ക് ഇതിലും നല്ല സൗണ്ട് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇത്തിരി സൗണ്ട് കുറച്ചൊക്കെ താഴ്ത്താം. കെട്ടി എഴുന്നേക്കേണ്ടി വരും അല്ലെങ്കിൽ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ ഈ പറയുന്ന നമ്മളിപ്പോ ഞാൻ 2 പാരഗ്രാഫിലുള്ള കാര്യമാണ് പറഞ്ഞത്. സെന്റൻസ് ബൈ സെന്റൻസ് നമുക്ക് വായിക്കുന്നില്ല. ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു റീഡ് ഈച്ച് സെന്റൻസ്. നിങ്ങൾ വായിക്കാം, ഞാൻ വായിക്കില്ല കേട്ടോ. ഞാൻ വായിച്ചത് മനസ്സിലാക്കിയത്, അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, നിങ്ങള് ഇതിന്റെ ഒരു പ്രത്യേകത, ഞാൻ വായിച്ച സെന്റൻസിന്റെ അർത്ഥം പറയില്ല, കാരണം ഇത് ഇംഗ്ലീഷ് സബ്ജക്റ്റ് അല്ല, മലയാളം സബ്ജക്റ്റ് അല്ല, ഹിന്ദി സബ്ജക്റ്റ് അല്ല. ലാംഗ്വേജുകളാണ് സാധാരണ അങ്ങനെ വായിച്ച് നമ്മള് എന്താ പറയാ, ഒരു സെന്റൻസ് ബൈ സെന്റൻസ്, ഇപ്പൊ കഥ അങ്ങനെയുള്ള ഇംഗ്ലീഷ് അങ്ങനെയാണ് സെന്റൻസ് വായിച്ച് അതിന്റെ അർത്ഥം പറയാം. ഇവിടെ നമ്മൾ ആ ഒരു പാരഗ്രാഫ് അതിന്റെ കണ്ടന്റ് എന്താണോ അതെന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഓൾസോ മലയാളം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് ചെയ്യുന്നുണ്ട്. അപ്പോ ഇല്ലേ, നിങ്ങള് ഈ സെന്റൻസ് ഓരോന്ന് വായിക്കുന്നത് നിങ്ങൾ, ബിക്കോസ് ഇത് പ്രത്യേകത എന്താണെന്ന് അറിയാം. ഈ സെന്റൻസ് നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ കൂടുതൽ പറയാൻ കാരണം, ഈ സെന്റൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് തന്നെ. ഇടയിൽ എവിടെയെങ്കിലും ഡാഷ് ആയിരിക്കും. അപ്പൊ സെന്റൻസ് നിങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് സ്മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസും എക്സാമിന്റെ ക്വസ്റ്റ്യൻസും എളുപ്പം ആൻസർ ചെയ്യാനുള്ള ഒരു വഴിയായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ വായിച്ചത് നിങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അതേസമയം നിങ്ങളുടെ കണ്ണുകൾ വെച്ച് നിങ്ങൾ വായിക്കുമ്പോഴാണല്ലോ നിങ്ങളുടെ മനസ്സിൽ പതിയ. അതുകൊണ്ടാണ് കേട്ടോ, ഞാൻ കണ്ടെത്തിയ ഒരു തിയറിയാണ്. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ അങ്ങനെ വിചാരിക്കുക. ഞാൻ പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് നമ്മൾ ഇവിടെ അണ്ടർലൈൻ ചെയ്യാൻ പറയും. അത് ഒരു മടി കൂടാതെ അണ്ടർലൈൻ ചെയ്ത് പുസ്തകമില്ല അല്ലേ ഇത് അല്ലേ? ഇന്ന് ആരുടെ കയ്യിലില്ലല്ലോ നോട്ട്, പ്രിന്റോ ഒന്നുമില്ലല്ലോ. ഞാൻ അവിടെ ചെല്ലുമ്പോ പറഞ്ഞോളാം. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ചെല്ലുമ്പോ അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറയാം. അപ്പോ ടെക്സ്റ്റ് ബുക്ക് വേണ്ടവർക്ക് അത് അവൈലബിൾ ആണ് തോന്നുന്നു. ഉണ്ടോ? നോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. അടുത്ത ദിവസം ഞാൻ വീണ്ടും ഒന്നുകൂടി പറഞ്ഞേക്കാം. ചില ആളുകളുടെ കയ്യില് നോട്ട് കയ്യിൽ എടുത്തിട്ടില്ലാന്ന് തോന്നുന്നു. നോട്ട് മീൻസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും ചില കുട്ടികൾ. പിന്നെ മൊഡ്യൂൾ ഓൾറെഡി അവിടെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പൊ ചിലര് അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, എടുത്ത് വെച്ചിട്ടുള്ളവര് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Training is an organized activity for increasing the skills, knowledge of people for a definite purpose. ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആളുകളുടെ കഴിവും അറിവും വർദ്ധിപ്പിക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുക. ഓക്കെ, സെക്കൻഡ്, അടുത്ത പാരഗ്രാഫിനകത്ത് സെക്കൻഡ് പാരഗ്രാഫില് training enables the employees to get acquainted with the job and also increase their aptitude, skill and knowledge. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Training enables the employees to get acquainted with. What do you mean by acquainted? എന്താ അതിന്റെ അർത്ഥം? ഫെമിലിയർ വിത്ത്. അത്രയുള്ളൂ. ആ ഫെമിലിയറിന്റെ മറ്റൊരു സിനോണിം ടേം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ്. ഓക്കെ, മറ്റൊരു പദം പകരം ഉപയോഗിക്കാവുന്ന വാക്ക് ഫെമിലിയർ വിത്ത്. അതായത് നമ്മളുടെ ചെയ്യുന്ന ജോലിയോട് നമുക്ക് ഒരു എന്താ പറയാ അടുപ്പം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ബന്ധം അല്ലെ, ഫെമിലിയർ എന്ന് പറഞ്ഞാൽ കേട്ടല്ലോ, ഒരു എന്താ പറയാ ബന്ധം വരാനും നമ്മളുടെ
അവരുടെ സ്കില്ലും നോളജും ആപ്റ്റിറ്റ്യൂഡൊക്കെ വർദ്ധിപ്പിക്കാനും എന്തിന് കഴിവുണ്ട്? ട്രെയിനിങ്ങിന് കഴിവുണ്ട്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യണം. വീണ്ടും, it makes newly recruited employees fully productive in the minimum of time. It makes, what makes, എന്ത് മേക്ക് ചെയ്യും? ഇത് നമ്മൾ എന്താ പറയാ ഉണ്ടാക്കുന്നു എന്നാണ്. പുതിയ വരുന്ന എംപ്ലോയീസിനെ, റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിനെ ഫുള്ളി പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഫുള്ളി പ്രൊഡക്റ്റീവ് ആക്കാൻ ഇത് സഹായിക്കുന്നു. ഏതാ അവിടെ ചോദ്യമുണ്ട്, എന്താണ്? ഡാഷ് മേക്സ് ന്യൂലി റിക്രൂട്ടഡ് എംപ്ലോയീസ് ഫുള്ളി പ്രൊഡക്റ്റീവ് ഇൻ മിനിമം ടൈം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആ ഡാഷിൽ എന്ത് പറയും? ഇവിടെ ഇറ്റാണ് പറയുന്നത്. യെസ്, വെരി ഗുഡ്, ട്രെയിനിങ്. അതന്നെ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പക്ഷെ ഇറ്റിന്റെ സ്ഥാനത്ത് ട്രെയിനിങ് എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വായിച്ചു പഠിച്ചോളൂ. ഓക്കെ, ഇറ്റ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾ വെറുതെ ഇറ്റത് പഠിച്ചു കഴിഞ്ഞാൽ ഡാഷ് മേക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേക്സ് എന്ന് പറഞ്ഞ് ഉത്തരം ചൂസ് ചെയ്യുന്നു കേട്ടോ. ഇറ്റല്ല, ഇറ്റെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ട്രെയിനിങ്ങിനാണ്. ഓക്കെ, അടുത്ത സെന്റൻസും, ഈവൻ ഫോർ ദ ഓൾഡ് വർക്കേഴ്സ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു റിഫ്രഷ് ദം ആൻഡ് ടു എനേബിൾ ദം ടു കണ്ടിന്യൂ with new methods and techniques as well as new machines and equipment for doing the work. എന്താണ്? പഴയ ഉള്ള ജോലിക്കാർക്കും ട്രെയിനിങ് ആവശ്യമുണ്ട്. കാരണം ആ ട്രെയിനിങ്ങിലൂടെ പുതിയ പുതിയ മെത്തേഡുകളും പുതിയ പുതിയ ടെക്നിക്കുകളും പുതിയ മെഷീൻസിനെ പരിചയപ്പെടുത്താനും പുതിയ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കാനും അവരുടെ ജോലികൾ എളുപ്പമാക്കാനും പഴയ ആളുകൾക്കും ട്രെയിനിങ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അതും ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. കുറച്ച് സെന്റൻസുകൾ ഈ തുടക്കമൊക്കെ കുറച്ച് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നത്. കുറച്ചുകൂടി അടിവരയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, വീണ്ടും ഒരു സെന്റൻസ് ഉണ്ട്. ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് നോട്ട് വൺ സ്റ്റെപ്പ് പ്രോസസ്. ഇതൊരു ഒറ്റ സ്റ്റെപ്പിൽ നടത്താൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ അല്ല ട്രെയിനിങ്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്തുകൂടി പറയാം? കണ്ടിന്യൂസ് പ്രോസസ് ആണ്, നെവർ എൻഡിങ് പ്രോസസ് ആണ്. ബിക്കോസ് അത് എന്ത് ചെയ്യുന്നു, ഒരു ജോലിയും അവര് ചെയ്യുമ്പോൾ അത് അനുസരിച്ച് എംപ്ലോയീസിന്റെ ഓരോ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ ഡെവലപ്മെന്റുകൾ എംപ്ലോയീസിന് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പുതിയ പുതിയ എംപ്ലോയീസിന് ആ പുതിയ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ, വീണ്ടും അവർക്ക് അതും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, വീണ്ടും അവരിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു ഓൺഗോയിങ് പ്രോസസ് ആണ്, നെവർ എൻഡിങ് പ്രോസസ് ആണ്, കണ്ടിന്യൂയിങ് പ്രോസസ് ആണ് എന്നുകൂടി പറയും. അപ്പൊ അവിടെ ആ സോ വേണ്ട, സോ കഴിഞ്ഞിട്ടുള്ള ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. രണ്ട് പാരഗ്രാഫ് മനസ്സിലായോ നിങ്ങൾക്ക്? രണ്ട് പാരഗ്രാഫ് ഞാൻ സെന്റൻസ് ബൈ സെന്റൻസ് മീനിങ് പറയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന സെന്റൻസ് ഒന്നുകൂടി ഞാനൊന്ന് വ്യക്തമാക്കി തന്നു മാത്രമാണ് കേട്ടോ. കാരണം അത് പഠിക്കാനുള്ള സെന്റൻസ് അല്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകുള്ളൂ. ഇനി ഇതുപോലെ ബുള്ളറ്റ് കിട്ടു തരുന്ന പോയിന്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ വായിച്ച് പറയാം. അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് വായിച്ചു നോക്കുക. മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്ത് തരുന്നത് നന്നായി പഠിക്കുക. ഓക്കെ, നൗ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്? ഇനി എന്താണ് ട്രെയിനിങ്ങിന്റെ ഈ പ്രാധാന്യം? എന്തിനാ ട്രെയിനിങ് കൊടുക്കുന്നത്? അതിന്റെ വല്ല ഉദ്ദേശമുണ്ടോ? അല്ലെങ്കിൽ അത് നമ്മൾ പറഞ്ഞു അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് ടു ഇൻക്രീസ് ദ സ്കിൽ, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് നോളജ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ കഴിവും അറിവും അതുപോലെ തന്നെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ വർദ്ധിപ്പിക്കുക, അതാണ് ലക്ഷ്യം. അതുകൂടാതെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ട്രെയിനിങ്ങിനുണ്ടോ? യെസ്, വിച്ച് ആർ ദ ഫോളോയിങ് ആണ്. കുറച്ച് പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ട്രെയിനിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഇതൊരു നിക്ഷേപമാണ്. അതായത് നമുക്ക് എന്താ, ഹ്യൂമൻ റിസോഴ്സുകൾ വിൽ പ്രൊവൈഡ് എ ബെറ്റർ റിസൾട്ട് ഇൻ ഫ്യൂച്ചർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഒരു 5 എംപ്ലോയീസിനെ പുതിയതായിട്ട് 5 കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി അപ്പോയിന്റ്മെന്റ് ചെയ്തു, റിക്രൂട്ട് ചെയ്യും. ജസ്റ്റ് ഇമാജിൻ 5 പേരെ റിക്രൂട്ട് ചെയ്യും. ആൻഡ് വട്ടെവർ ദേ ഹാവ് ടു പെർഫോം, ആൻഡ് അവർക്ക് കൊടുക്കേണ്ട ജോലികളൊക്കെ അവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു, അലോട്ട് ചെയ്ത് കൊടുത്തു. ഇന്ന ജോലികളാണ് നിങ്ങൾ ചെയ്യേണ്ടത് പറയുന്നു. ആൻഡ് ഇവര് ജോലിക്ക് അങ്ങോട്ട് പോയി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടുകയാണ്. അവരവിടെ ചെന്നിട്ട് ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്, സ്റ്റാർട്ടിങ് ട്രബിൾ, സമയത്ത് അവരെ പോകും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ബോധ്യമില്ല. അങ്ങനെ സംശയാസ്പദമായ രീതിയിൽ അങ്ങനെ ഇങ്ങനത്തെ സമയങ്ങൾ കഴിഞ്ഞു പോകും. അവരോട് ചോദിക്കുന്നു, ഇവരോട് ചോദിക്കുന്നു. അവരും ഇവരൊക്കെ പറയുന്നതൊക്കെ കണ്ട് എന്തൊക്കെയോ ചെയ്യും. ചിലപ്പോൾ അതൊക്കെ അട്ടർ ഫെയിലിയർ ആയിരിക്കും.
ഓക്കെ, സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത എന്താ, ജോലി ചെയ്തിട്ടില്ലല്ലോ, ജോലി ചെയ്യാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഇവരെന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ബോധ്യം അവർക്ക് വന്നിട്ടില്ല. സോ അവരുടെ ടൈമൊക്കെ അവർ ഐഡിയലായിട്ട് വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ദർ ഈസ് നോ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ പെർട്ടിക്കുലർ എംപ്ലോയീസ്. പുതിയതായിട്ട് കൊണ്ടുവന്ന 5 എംപ്ലോയീസ് അവിടെ മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നു, ഒരു ദിവസം ഫുൾ ജോലി ചെയ്തു. പക്ഷെ ജോലി ചെയ്യുക എന്നുള്ളതിന് വേണ്ടി റിക്രൂട്ട് ചെയ്തെങ്കിലും നത്തിങ് ഈസ് ഡൺ ദർ. അവിടെ ഒന്നും ചെയ്യപ്പെടുന്നില്ല, കാരണം അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ആ സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ഒരു ദിവസത്തെ 8 മണിക്കൂറോ 9 മണിക്കൂറോ ആണെങ്കിൽ 9 മണിക്കൂർ ഐഡിയലായി കളയുന്നു. അല്ലെങ്കിൽ ആ 9 മണിക്കൂറിൽ നോ പ്രൊഡക്ടിവിറ്റി ഫ്രം ദീസ് 5 എംപ്ലോയീസ്. ഈ 5 എംപ്ലോയീസിൽ നിന്ന് ഒരു പ്രൊഡക്ടിവിറ്റി ഉത്പാദനം അവിടെ നടക്കുന്നില്ല. ജസ്റ്റ് ഇമാജിൻ. അപ്പൊ അവിടെ കുറെ സമയം പോവുകയാണെ, ആ സമയങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതേസമയം ഇങ്ങനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് ഈ പ്രോപ്പർ ട്രെയിനിങ് ഈസ് ഗിവൺ. അവരെ പ്രോപ്പറായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാവുന്ന കാര്യമുള്ളൂ. ആ പ്രോപ്പർ ട്രെയിനിങ് ആ 1 hour കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് 8 hours they will work perfectly. അവരെന്ത് ചെയ്യും, അവർക്ക് കിട്ടിയ ആ അറിവ് ആ ട്രെയിനിങ് അനുസരിച്ച് അവർ ജോലി ചെയ്യും. ബാക്കിയുള്ള 8 മണിക്കൂറോ 7 മണിക്കൂറോ അവരെന്ത് ചെയ്യും, എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അവിടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും. അപ്പൊ ഇപ്പൊ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ഭാവിയിൽ ഉണ്ടാകാവുന്ന ഒരു എന്താ പറയാ, നമുക്ക് കിട്ടുന്ന ഒരു ബെറ്റർ റിസൾട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് റിസൾട്ട്, അതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ട്രെയിനിങ്ങിന്. എന്താ പറയാ, ചിലപ്പോഴൊക്കെ ട്രെയിനിങ്ങിന് കുറച്ച് പൈസയുടെ ചിലവാകും. ആ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ആൾക്കാരെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടത് പ്രൊവൈഡ് ചെയ്യണം. ചിലപ്പോ പൈസക്ക് ചിലവാകും. ആ പൈസ ചിലവാക്കുന്നത് അടുത്ത ഫ്യൂച്ചറിൽ നമുക്ക് അതിൽ നിന്നും റിട്ടേൺ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെ? അപ്പൊ HR എന്ന് പറയുന്നതില് ഒരു എന്താ പറയുക, ഒരു ഗ്യാരണ്ടിയാണ് എന്തിന്, ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഈ നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നത്. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. മനസ്സിലായോ പോയിന്റ്? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ മീനിങ് മീൻസ് നമ്മൾ കണക്ട് ചെയ്ത് ഞാനൊരു കാര്യം പറഞ്ഞു, ആ കാര്യം ക്ലിയർ ആണോ? യെസ് ഓർ നോ? യെസ് ആണെങ്കിൽ ഒരു തമ്പിടുക, ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്പ് തലകുത്തി വെക്കുക. എന്തെങ്കിലും നമുക്ക് എനിക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. കാരണം നമ്മളിപ്പോ ഒരാളിവിടെ എന്ന് ക്ലാസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിണ്ടാതിരുത്തിയിട്ടാണ്, അതെനിക്കറിയാം. പക്ഷെ നമുക്ക് റിയാക്ഷൻസ് കാണിക്കാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങളോട്, അല്ലെ? അതൊന്ന് ചെയ്തോളട്ടാ. അപ്പൊ നിങ്ങളവിടെ അലർട്ടാണ്, ലൈവാണ്, ഉറപ്പൊന്നും തോന്നുന്നില്ല, കേട്ടോണ്ടിരിക്കുകയാണ് എന്നുള്ളത് വരുമ്പോ എനിക്കും പറയാനൊരു പോസിറ്റിവിറ്റി കിട്ടും, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ശരിയോ പിള്ളേര് കേൾക്കണല്ല തോന്നണ്. അപ്പൊ നമ്മളെന്ത് ചെയ്യും, അങ്ങനെ ഡൗൺ ആയി പോകും. നമുക്ക് ഉദ്ദേശിക്കുന്നതെല്ലാം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് പോയിന്റ് അതാണ്. സോ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു നിക്ഷേപമാണ്. നെക്സ്റ്റ് ഫ്യൂച്ചറിൽ വി വിൽ ഏൺ ബെറ്റർ റിസൾട്ട്സ്. ഈ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്ത് നമ്മൾ നന്നായിട്ട് എഫിഷ്യന്റ് ആക്കി എടുത്താൽ അടുത്ത ഫ്യൂച്ചറിൽ എനിക്ക് എന്ത് കിട്ടും, അവരിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. അവരുപയോഗിച്ച് നല്ലൊരു റിട്ടേൺ എനിക്ക് കിട്ടുമെന്ന് എംപ്ലോയർക്ക് അറിയാം. അതിനാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, റെസ്പോണ്ട് ടു ടെക്നോളജി ചേഞ്ചസ് അഫക്റ്റിംഗ് ദ ജോബ് റിക്വയർമെന്റ്സ്. നമ്മുടെ ജോബിന് ആവശ്യമായ ആവശ്യകത അനുസരിച്ച്, അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്കറിയാം, അക്കോർഡിംഗ് ടു ദ വേൾഡ് ചേഞ്ചസ് വി ഹാവ് ടു ബി ഓൾസോ ചേഞ്ച്ഡ്, അല്ലെ? നമ്മൾ ലോകം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണ്ടേ, വേണ്ടേ? അങ്ങനെയല്ലേ? അങ്ങനെ ഒരു ആരാണ്ടൊക്കെ പഴഞ്ചൊല്ല് പറയാറുണ്ടല്ലോ, നാടോടുമ്പോ നടുവേ ഓടണമെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. പണ്ടത്തെ പുരാണവും പണ്ടത്തെ കാലഘട്ടത്തിലെ രീതിയും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ബിസിനസ് ഒന്നും സക്സസ് ആവില്ല. ബിസിനസ് എന്ന് പറയുന്നത് എന്താ പറയാ, ഫാസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ഊൺ പോലെയാണ്. ഒരു ചെറിയതൊന്നുമല്ല, വലിയ മാറ്റങ്ങളാണ് ബിസിനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അപ്പൊ അത് എന്ത് പറ്റും, ആ ബിസിനസ്സിന് അനുസരിച്ച് അപ്ഗ്രഡേഷൻസ് ടെക്നോളജിയിലും അവിടുത്തെ മറ്റ് ഓപ്പറേഷൻസിലും ഒരുപാട് മെഷീൻസിലും എക്യുപ്മെന്റ്സിലും ഒക്കെ കൊണ്ടുവരണം. അപ്പൊ അതനുസരിച്ച് അങ്ങനെ കൊണ്ടുവരുമ്പോ employees have to respond to that particular technology. അതിനനുസരിച്ച് എന്താ പറയാ, നമ്മളുടെ എംപ്ലോയീസും ആ ടെക്നോളജിയുടെ വികസനത്തിനനുസരിച്ച് അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, പാകപ്പെടുത്തണം. അതിന് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. അല്ലാതെ പറ്റുമോ? ഈ മെഷീൻ ഹൗ ടു യൂസ്, ഇതെങ്ങനെ ഉപയോഗിക്കാം, അത് ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞേ, അല്ലെ? മറ്റേ ക്ലീനിങ്ങിന്റെ മെഷീന്റെ കാര്യം പറഞ്ഞില്ലേ, ഇതെങ്ങനെ ഉപയോഗിക്കണം അറിയണം. അല്ല, ഇത് നിനക്ക് ഉപയോഗിക്കാൻ അറിയാൻ പറ്റില്ല, അതുകൊണ്ട് നിന്നെ ഇത് ഔട്ട് ആക്കിയിട്ട് ഇതറിയുന്ന ആളെ കൊണ്ടല്ലേ ഞങ്ങൾ റിക്രൂട്ട്മെന്റ്. അങ്ങനെയാണോ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ അങ്ങനെ എനിക്ക് ഈ മെഷീൻ അല്ലെങ്കിൽ ഇന്ന ഒരു ടെക്നോളജി പുതിയതായിട്ടുള്ളത് എന്റെ ഓഫീസിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നു, അതുകൊണ്ട് നാളെ തുടങ്ങി എന്നോട് വരണ്ടാന്ന് പറഞ്ഞു. കാരണം ആ പുതിയത് കൊണ്ടത്തേക്കുന്നത് കൈകാര്യം എനിക്കറിയില്ല, അവർക്ക് വേറെ പകരം ആളെടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അല്ല. ഈ ഉള്ള എംപ്ലോയിനെ ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു ബി ഗിവൺ ട്രെയിനിങ്. ആദ്യം ട്രെയിൻ ചെയ്ത് നോക്ക്. പഠിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരുണ്ടോ?
തീർച്ചയായിട്ടും അത് ഏത് ഏജിലാണെങ്കിലും ചിലപ്പോൾ അത് പഠിച്ചെടുക്കും അല്ലെ. ആ ഒരു ആങ്സൈറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിച്ചെടുക്കും. അപ്പൊ എന്ത് ചെയ്യും, അവരെ പഠിപ്പിക്കാൻ നോക്കും. പഠിപ്പിച്ചെടുത്ത് അവരെ തന്നെ ഒരു പുതിയ ആളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോഴേ കൂടുതൽ ഹയർ സാലറി പാക്കേജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും, നിലവിലുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ ഇഫക്റ്റീവ് ആക്കി അതിൽ യൂസ് ചെയ്യാനായിട്ട് അവരെ പറ്റൂ എന്നുള്ളത് ആലോചിക്കും. ഓക്കെ, ഫസ്റ്റ് പ്രിഫറൻസ് അവിടെയാണ്. എന്നിട്ടാണ് ആളെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ആളെ മാറ്റി നമ്മൾ പുതിയൊരു അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ്, റെസ്പോണ്ട് ടു ടെക്നോളജി ചേഞ്ചസ് അഫക്റ്റിംഗ് ദ ജോബ് റിക്വയർമെന്റ്സ്. ജോബിന്റെ ആവശ്യം അനുസരിച്ച് ചേഞ്ചസ് ടെക്നോളജിയിൽ വരുമ്പോൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ ട്രെയിനിങ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? ഞാൻ ആകെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അധികം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് വിശേഷമൊക്കെ തുറക്കം ഏതാണ്ടൊക്കെ പറഞ്ഞതുകൊണ്ടൊക്കെയാണ് കുറച്ച് എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം. Okay, second and the third one serves as an effective source of recruitment. റിക്രൂട്ട്മെന്റിന്റെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ആ റിക്രൂട്ടഡ് എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുക്കണം. എന്നാലേ റിക്രൂട്ട്മെന്റ് പ്രോപ്പർ ആണ്, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ഞാനിവിടെ വരുന്നു, എന്താണോ ചെയ്യണ്ടേ, ടീച്ചറാണെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ഇങ്ങനത്തെ ടീച്ചറല്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ നിൽക്കാണ്. ബിക്കോസ് എനിക്ക് ഓഫ്ലൈൻ ആയിട്ട് കുറച്ച് കുട്ടികളെ പഠിപ്പിച്ച ഒരു പരിചയമുള്ളൂ. എനിക്ക് ഇങ്ങനെ ഓൺലൈനൊക്കെ എനിക്ക് അറിയില്ല, ഇതെങ്ങനെയത് ഹാൻഡിൽ ചെയ്തേ എന്നൊന്നും അറിയില്ല എന്ന് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ റിക്രൂട്ട്മെന്റ് പൂർണ്ണമായോ? ടീച്ചറിനെ റിക്രൂട്ട് ചെയ്തു, പക്ഷെ ടീച്ചർ അനങ്ങുന്നില്ല. ടീച്ചർക്ക് പേടി, എന്താണാവോ ഏതാണാവോ അങ്ങനെയൊക്കെ പേടി. അപ്പൊ എന്താണ്, ആ റിക്രൂട്ട്മെന്റ് ഫെയിലിയർ ആണ്, അത് ശരിയായിട്ടില്ല. അപ്പൊ റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ് ആകുന്നത് എന്തിന്റെ കൂടിയും അടിസ്ഥാനത്തിലാണ് ട്രെയിനിങ് കൂടി ഉണ്ടാകുന്നത്. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് സെർവ്സ് ആസ് എ ഇഫക്റ്റീവ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു സോഴ്സ്, അതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതാണ് തേർഡ് ഇമ്പോർട്ടൻസ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? തേർഡ് പോയിന്റ് വരെ. ഫോർത്ത് പോയിന്റ് പറയാൻ പോണത് ഒരു മിനിറ്റ് ഉള്ളൂ. ആ ഒരു പോയിന്റ് ഞാൻ പറയാൻ പോണത്. Then the next one is support the career development. ട്രെയിനിങ് തരുന്നതിലൂടെ, ട്രെയിനിങ് ലഭിക്കുന്നതിലൂടെ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസിന്റെ കരിയറും ഡെവലപ്ഡ് ആകാണ്. ഞാൻ ടീച്ചറാന്ന് പറഞ്ഞു വന്നു, പക്ഷെ ടീച്ചറിന്റേതായ എന്താ പറയാ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പേടിച്ച് ഇങ്ങനെ വരുന്നു, കുറെ ക്വാളിഫിക്കേഷൻ, എന്താ പറയുക, ടീച്ചർ ആകാനായിട്ട് B.Ed വേണം, ആ സെറ്റ് ഈ സെറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വേറെ സാധനങ്ങളൊക്കെ വേണം. ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ കെട്ടുകളായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ പ്രാക്ടിക്കൽ ആയിട്ട് വരുമ്പോൾ കുട്ടികളെ കാണുമ്പോൾ പേടി, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കാണുമ്പോൾ വേറെ എങ്ങനെ വന്ന് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവരെ ഇങ്ങനെയൊക്കെ ഉള്ളവരെ കുറച്ചും കൂടി ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഒന്ന് ബൂസ്റ്റപ്പ് ഒക്കെ ചെയ്ത് അവരെ എന്താ പറയാ ട്രെയിനിങ് നന്നായി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ട്രെയിനിങ്ങിലൂടെ ഞാൻ എന്ത് ചെയ്യും, ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി, 1-2 ക്ലാസ് ഒക്കെ എടുത്തു. സോ അവരുടെ കരിയർ ആണ് ഡെവലപ്ഡ് ആകുന്നത്. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നത് കരിയർ ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? ഫോർത്ത് പോയിന്റ് മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാണ് ട്രെയിനിങ്? ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് വൺ. ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ്, അതൊരു നിക്ഷേപമാണ്. എന്തിനു വേണ്ടിയിട്ട്? HR ഹ്യൂമൻ റിസോഴ്സുകളുടെ ബെറ്റർ ഫ്യൂച്ചർ സക്സസിന് വേണ്ടി, ഫ്യൂച്ചർ റിട്ടേണിന് വേണ്ടി. അവരിൽ നിന്ന് നമുക്ക് ഇപ്പൊ എനിക്ക് ട്രെയിനിങ് തന്നാൽ എന്നിൽ നിന്ന് നല്ല പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഉണ്ടാക്കാം. നല്ല ട്രെയിനിങ് കൊടുത്താൽ ടീച്ചർ ഇനി വേറെ പുറത്തേക്ക് കയറി പോക്കോളും എന്ന് വിചാരിച്ച് ആ രീതിയിലുള്ള ട്രെയിനിങ് എനിക്ക് തന്നാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ അതോടൊപ്പം തന്നെ ടെക്നോളജി മാറുന്നതനുസരിച്ച് റെസ്പോണ്ടിങ് ടു ദ ടെക്നോളജി ചേഞ്ചസ്, ടെക്നോളജിയുടെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് ജോബ് റിക്വയർമെന്റിൽ മാറ്റങ്ങൾ വരുമ്പോൾ അതിലും ട്രെയിനിങ് ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കാം. പിന്നെ സെർവ്സ് ആസ് എ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അതായത് ഇഫക്റ്റീവ് ആയിട്ട് റിക്രൂട്ട്മെന്റ് മാറണമെങ്കിൽ ട്രെയിനിങ് കൂടി കൊടുത്താലേ പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ, ഫോർത്ത് വൺ പറഞ്ഞതിൽ ലാസ്റ്റ് ആണ് കേട്ടോ. നാലാമത്തെ സപ്പോർട്ട് കരിയർ ഡെവലപ്മെന്റ്, നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇവിടെ നിർത്താണ്, ബിക്കോസ് ദ ടൈം ഈസ് ഓവർ. മനസ്സിലായോ? ഇത്രയും 2 കുഞ്ഞു പാരഗ്രാഫും 4 പോയിന്റ് പറഞ്ഞുള്ളൂ. 2 കുഞ്ഞു പാരഗ്രാഫിൽ എന്താണ് ട്രെയിനിങ് ആർക്കൊക്കെ കൊടുക്കണം, അതൊരു നെവർ എൻഡിങ് പ്രോസസ് ആണ് എന്നുള്ള കാര്യങ്ങളും ഈ രണ്ടാമത് അതിന്റെ സിഗ്നിഫിക്കൻസിൽ 4 പോയിന്റുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻസ് ഇടാൻ ആയിട്ട് 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാത്രമേ തരുള്ളൂ, അതല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ക്വസ്റ്റ്യൻ തരുള്ളൂ. 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ടോപ്പ് ടെസ്റ്റിന് വേണ്ടി കൊടുക്കേണ്ടത്. അതാണ് നമ്മുടെ റൂള്. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് ഇത്രയും കുഞ്ഞു ഭാഗമല്ലേ എടുത്തുള്ളൂ. അതിന് ഉണ്ടെങ്കിൽ ഐ വിൽ ഗിവ്. അപ്പൊ അത് നിങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആയിട്ട് വരും. അതല്ലെങ്കിൽ അടുത്ത ദിവസത്തെ ക്ലാസ് കൂടി കഴിഞ്ഞിട്ട്
തരുള്ളൂ. അത് ഞാൻ ഒന്ന് പറഞ്ഞു വെച്ചേക്കാണ്. അയ്യോ ടീച്ചർ പറഞ്ഞിട്ട് പോയി മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ എല്ലാ ദിവസവും ഉണ്ടാവുന്ന കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇല്ല എങ്കിൽ മാത്രമാണ് ഞാനൊരു കാര്യം വീണ്ടും കണ്ടീഷനാണ് പറഞ്ഞത്. ഇല്ല എങ്കിൽ അതായത് എടുത്ത ഭാഗത്തുനിന്ന് 5 ക്വസ്റ്റ്യൻസ് അവൈലബിൾ അല്ലെങ്കിൽ മാത്രമേ ഇല്ലാതിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ തരും. ഓക്കെ, സോ സി യു. അടുത്ത ദിവസം കാണാം. നമ്മുടെ ക്ലാസ് ഇനി എനിക്ക് ഫ്രൈഡേ ക്ലാസ് ഉണ്ട്. ഓക്കെ, നാളെ വേറെ ടീച്ചർ ആയിരിക്കും. ടീച്ചർ ടൈം ടേബിൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഇന്നലെ ഞാൻ ഇൻട്രോ കൊടുത്തു. ഇന്ന് എന്റെ ടൈം ടേബിൾ ഫസ്റ്റ് ചെയ്ത് ഞാൻ തന്നെയായിരുന്നു. ടൈം ടേബിൾ അനുസരിച്ച് കയറുമ്പോൾ നാളെ വേറെ ടീച്ചറിന്റേതാണ്. അപ്പൊ ഇതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത് ഫ്രൈഡേ ആയിരിക്കും. അടുത്ത ടീച്ചർ നാളെ വരുമ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷനിൽ കേട്ടോ ടീച്ചറുടെ ചാപ്റ്റർ കൊണ്ട് വന്നു. ഓക്കെ, സോ സി യു. നന്നായി വായിച്ചു നോക്കുക. കേട്ടതൊക്കെ മനസ്സിൽ ആലോചിച്ച് ആ നോട്ട് അത്രയും വരെ 2-3 പ്രാവശ്യം വായിക്കുക കേട്ടോ. വായിക്കൂലേ? Okay, so see you. Bye. Thank you. Bye. Okay, thank you. Love you.